ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിന് എന്നെ, എൻ്റെ ചിന്താധാരയെ, എൻ്റെ സംസാരത്തെ, എൻ്റെ ഭാഷയെ എല്ലാം ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും സന്ദേശം തുടങ്ങുന്നത്. ഇന്നൊരു ചെറിയ ഫലിതം പോലെ തോന്നാവുന്ന ഒരു കാര്യം പറയുകയാണ്. ഒരിടത്ത് വല്യമ്മച്ചുണ്ടായിരുന്നു. എപ്പോൾ പാസ്റ്ററെ കണ്ടാലും എല്ലാത്തിനും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അയ്യോ മഴ പെയ്യുന്നില്ല, ദൈവം എന്തോ എടുക്കുവാന്നോ എന്തോ, അയ്യോ എല്ലാത്തിനും ഭയങ്കര വിലയായി എന്തോ, അടുത്ത പ്രാവശ്യം കാണുന്നവരുടെ കുഞ്ഞുങ്ങളാരും പഠിക്കുന്നില്ല, എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ കൃഷിയെല്ലാം നല്ലതായി. നല്ല മഴ, നല്ലപോലെ കൃഷി, ഇഷ്ടം പോലെ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്നു, ചോളം വിളഞ്ഞു കിടക്കുന്നു, നെല്ല് വിളഞ്ഞു കിടക്കുന്നു, ചോരയ്ക്ക വിളഞ്ഞു കിടക്കുന്നു, മത്തങ്ങ വിളഞ്ഞു കിടക്കുന്നു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, നോക്കിയേ അമ്മച്ചി, എന്താ പറയാനാ, ഇപ്രാവശ്യം എല്ലാം ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അന്നേരം അവർ പറയുക, അയ്യോ ഇതെല്ലാം കൂടി ഈ ഭൂമി എങ്ങനെ വഹിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു നെഗറ്റീവായിട്ട് ഇല്ല, നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരായിരിക്കണം. നമ്മുടെ അധരങ്ങൾ നടന്നു വീഴുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഒരു കൊട്ടേഷൻ എനിക്ക് ഓർമ്മ വരികയാണ്. ചാൾസ് സ്പർജൻ ഇപ്രകാരം പറഞ്ഞു, മറ്റുള്ളവരുടെ ആത്മാക്കളെ സ്നേഹിക്കാത്തവൻ കർത്താവിനെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ ആത്മാക്കളെ സ്നേഹിക്കുന്നവരായിട്ട് നാം മാറണം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. വലിയ ഒരെണ്ണം. അവന് സമ്മതമായിരുന്നു. ആർക്ക് എന്ന് ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ഫുൾ കൺസെൻ്റ് എന്നായിരുന്നു. അന്ന് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നു, വേദപണ്ഡിതന്മാർ പറയുന്നത്, അന്നത്തെ ദിവസം തന്നെ വലിയ ഉപദ്രവം ഉണ്ടായി. ഒന്നുകൂടെ പറയാം, സ്തേഫാനോസിനെ കൊല ചെയ്ത ദിവസം തന്നെ വലിയൊരു ഉപദ്രവം ഉണ്ടായി. അപ്പം അതിന് പല ഗ്രേഡുകളുണ്ട് അല്ലേ? പീഡനത്തിന് ഗ്രേഡ് ചെറുത്, അല്ല ഭയങ്കര പീഡനം, അതിഭയങ്കരം. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വലിയ ഉപദ്രവം നേരിട്ടു. ചിലപ്പോൾ നമുക്കും ഒരു ചെറിയ ഉപദ്രവം ഉണ്ടായെന്ന് വരാം, ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് വരാം, ചെറിയ അസുഖം ഉണ്ടായെന്ന് വരാം, ചെറിയ നഷ്ടം ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ പ്രശ്നങ്ങൾ നാം ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും, നമ്മൾ പിടിച്ചാൽ നിൽക്കാത്തതായിരിക്കാം. ആ സമയത്ത് വിശ്വാസികൾ എന്താ, ദേശത്തുള്ളവരെല്ലാം 4 വശത്തേക്കും സ്കാറ്റേഡ്. റബ്ബറുക പൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ വളർന്നത് റബ്ബർ തോട്ടത്തിലായതുകൊണ്ട് എനിക്കറിയാം. ആ റബ്ബർ കാട്ടുമ്പോൾ 4 വശത്തേക്കും ചെതറിപ്പോകുന്നത് പോലെ അവർ ദേശം വിട്ട് മറ്റ് പലയിടത്തിലേക്കും കയറിപ്പോകേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ ഇതൊക്കെ വന്നെന്ന് വരാം, പീഡനം വന്നു വരാം. നമുക്ക് നാട് വിട്ട് പോകാനൊക്കത്തില്ല, വീട് വിട്ട് പോകാനൊക്കത്തില്ല, നമ്മുടെ താമസിയൊക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ പ്രസംഗം തീരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. നമുക്കും ചിലപ്പോൾ കുറച്ച് നാൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടി വരും. ദേശം വിട്ട് പോകാനൊക്കത്തില്ല. വടക്കേന്ത്യയിലൊക്കെ പോകും അല്ലെ? ഒറീസയിൽ ഒരിക്കൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ച സമയത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് 5000 പേരാണ് നാട് വിട്ടിട്ട് വനത്തിലോട്ട് പോയത്. വനത്തിൽ ആഴ്ചകളോളം വനത്തിൽ കഴിഞ്ഞു. 2-ാമത്തെ വാക്യം, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു വിലാപം കഴിച്ചു. വിശ്വാസികളല്ല, നാമധേയ ക്രിസ്ത്യാനി, നാമധേയ യഹൂദന്മാർ, അവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടെ, അറിയാവുന്നവർ, ദൈവഭക്തരായിട്ടുള്ള യഹൂദന്മാർ, അവൻ്റെ ചങ്ങാതികളായിരിക്കാം. അതവിടെ ഒരു ചടങ്ങാണ് അല്ലേ? ചിലപ്പം ചടങ്ങായിട്ട് കരുതുന്നവരുണ്ട്. ഒരിക്കൽ ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത്, പഞ്ചാബിൽ ഓഫീസിലിരിക്കുന്ന ഓഫീസ്, അതിനിപ്പുറത്ത് അടുക്കളയാണ്, അതിനപ്പുറത്ത് ലിറ്ററേച്ചർ വെക്കുന്ന മുറിയാണ്, അതിനപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നത് ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം. ഒരു സ്ത്രീ വന്ന് വെച്ച് ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ വല്ലവരുണ്ടോ? ഞാൻ പറഞ്ഞ അപ്പുറത്തെ അടുക്കളയിലുണ്ട്. ചെന്ന് വെച്ച് ലില്ലിയെടുക്കാൻ പറഞ്ഞു, എനിക്കൊരു സവാള ഉള്ളി തരാമോ? പിന്നെന്താ, എന്താ കാര്യം? അവരതെടുത്ത് വെച്ച് ഉടച്ചു. എന്നിട്ട് അവരുടെ ആ ദുപ്പട്ടയുണ്ടല്ലോ, എന്തോ പറയുന്നത്, ഷാള്, അതിനകത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മായിമ്മ മരിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷം, അവർ മരിച്ചല്ലോ, ശല്യം തീർന്നല്ലോ, പക്ഷേ എനിക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കരച്ചിലും ചടങ്ങായി തീരാൻ ചിലപ്പോൾ ഹൃദയത്തിൽ നിന്നാകാം. അവരും കരഞ്ഞു. നാമും അവർ നന്മ ചെയ്തു. എന്താ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ക്രിസ്ത്യാനി ആയെങ്കിലും അവനെ അടക്കം ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ നന്മ ചെയ്യണം. ചത്ത് കഴിയുമ്പോഴല്ല നന്മ ചെയ്യുന്നത്, അത് ചത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചെയ്താൽ മതി. പക്ഷേ അവർ ജീവനുള്ള സമയത്ത് നിങ്ങളുടെ അപ്പനോട് അമ്മയോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വളർത്തിയതിന്, നിങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഒരു പാവാട വാങ്ങിച്ചു തന്നെങ്കിൽ, ഒരു പാൻറ്റ് വാങ്ങിച്ചു തന്നെങ്കിൽ, സ്കൂളിൽ പോകാനായിട്ട് പുസ്തകം വാങ്ങിച്ചു തന്നെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്തെങ്കിൽ അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ജീവനോടുള്ളപ്പോൾ പറയണം. ചത്ത് കഴിയുമ്പോൾ അവിടെ ചെന്ന് വെച്ച്
ഞാൻ എന്താ പറയാനാ, ഈ അച്ചായന എന്നെ കോളേജിലോട്ട് അയക്കാനായിട്ട് സഹായിച്ചത്, ഞാൻ എന്താ പറയാൻ, ഈ അമ്മാമ്മ എന്നെ ഗൾഫിൽ കൊണ്ടുപോയത്. ജീവനോടുള്ളപ്പോൾ പരസ്യമായിട്ട് അവരോടും മക്കളോടും പറയുവാൻ കർത്താവ് കൃപ തരട്ടെ. ഉദാഹരണങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാനൊക്കും കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ചെറുപ്പക്കാർ കുറച്ച് പേരോട് വിചാരിച്ചോണ്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ, ഒരു രക്തദാനത്തിൻ്റെ ഒരു ക്യാമ്പ് വെക്കാനൊക്കത്തില്ലയോ? എല്ലാവരും കൂടെ മർത്തമക്കാർ, യാക്കോബക്കാർ, കത്തോലിക്കർ എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്താട്ടെ കേട്ടോ. ഏതെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ? ഒറ്റയ്ക്ക് ചെയ്യാം, എല്ലാവരും കൂടെ ചെയ്യാം. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസെല്ലാം ചെന്നൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ ഒക്കത്തില്ല. അല്ലാത്തൊരു അവിടുത്തെ കക്കൂസ, സ്കൂള്, ഏതെങ്കിലുമൊക്കെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയണം. നമ്മുടെ അടുത്ത് ബസ് സ്റ്റാൻഡ് ആയിരിക്കാം, റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം. അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ആരും അനുവാദം തരും. വൃത്തികേടായിട്ട് കിടക്കുന്നിടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് വെച്ച് ആളുകളൊക്കെ കാത്തു നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരു ഷെഡ് ഇട്ട് കൊടുക്കാനൊക്കത്തില്ല. നമുക്ക് ചെയ്യാനൊക്കുന്ന പലതും ചെയ്യാനൊക്കും, നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ അനേക വർഷങ്ങളായിട്ട് മാസികക്കകത്ത് എഴുതിയിട്ടും വളരെ കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ, കുറച്ചുകൂടെ ചെയ്യാനൊക്കും. 3-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ശൗൽ എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണി, ഒരു പണ്ഡിതൻ, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു വന്നു. ആരാണ്? ഇതൊരു യഹൂദ പ്രമാണിയാണ്. മാത്രമല്ല ഒരു പണ്ഡിതനാണ്, യഹൂദന്മാരുടെ പണ്ഡിതനാണ്. അവൻ മതഭ്രാന്തി പിടിച്ചവന് മനുഷ്യനായിരുന്നു. ദൈവഭക്തി നല്ലതാണ്, മതഭക്തി ഭ്രാന്തായിട്ട് മാറാം. ഏത് മതത്തിൻ്റെ ആണെങ്കിലും ശരി, ക്രിസ്ത്യ മതമാണെങ്കിൽ പോലും. വീട് തോറും എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ചെന്നിട്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോയി. 26-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇതേ അനുഭവം തന്നെ. അവൻ പള്ളികൾ തോറും കയറി ചെന്നു. എഴുതിയിരിക്കുന്നു, ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ആരാധനാലയത്തിൽ ചെന്നിട്ട് അവരെ അടിച്ചു. ദൂഷണം പറയുവാൻ അവരെ നിർബന്ധിക്കുകയും, 2, അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അവിടെ മാത്രമല്ല, അടുത്ത പട്ടണത്തിൽ ചെന്നു. എവിടെയെല്ലാം കിട്ടും അവിടെ എല്ലാം പോയി. 3-ാമത്തെ വാക്യം, അവരെ തടവിലാക്കി കേട്ടോ. ഹല്ലേലൂയ. അവരെ തടവിലാക്കി, അവരെ മുടിപ്പിച്ചു, തടവിലാക്കി, ജയിലിലാക്കി. ഇന്നും യേശുവിന് വേണ്ടി ജയിലിൽ പോകുന്നവരുടെ എണ്ണം കുറവൊന്നുമല്ല. മിക്കവാറും എല്ലാ ദിവസവും ഒരു 3 സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയെങ്കിലും അടികൊള്ളുന്നുണ്ട്. ഒരാഴ്ചയിൽ ഒരാളെങ്കിലും ജയിലിൽ പോകുന്നുണ്ട്. കഷ്ടമാണ് ജയിലിൽ പോകുന്നവരുടെ കാര്യം. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ നിന്നു. എനിക്ക് സഞ്ചരിച്ചു. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ വാക്യം. ദേ വർ അൺസ്റ്റോപ്പബിൾസ്. അവരുടെയൊക്കെ വായ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കത്തില്ല. അവരെവിടെ പോയാലും, ജയിലിലാണെങ്കിലും ശരി, ഗ്രാമത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, യേശുവിനെ പറ്റി പറയും. എന്തോ പറയും? യേശു അവർക്ക് വേണ്ടി ചെയ്തു പറയാം. ഞാൻ എൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെ പോയാലും യേശുവിനെ പറ്റി പറയാം. എന്നെ വിളിച്ചിട്ടാണ്, ഞാൻ എവിടെ വേണമെങ്കിലും പോയിട്ട് യേശുവിനെ പറ്റി പറയാം. ഒരിക്കൽ ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കിളം പറഞ്ഞതിൻ്റെ സാക്ഷ്യം. ഞാൻ 120 ചാർമിനാർ സേർട്ട് വിളിക്കുമായിരുന്നു. എനിക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. ആസ്മയല്ല, പാൽപിറ്റേഷൻ, ഹൃദയം വേഗത്തിൽ തുടിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് പറയാം, നിങ്ങൾക്കും പറയുവാൻ കഴിയും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കണ്ടമാലിലെ ഞാൻ പറഞ്ഞല്ലോ, കണ്ടമാല 5000 കുടുംബം, അവർ പോയിടത്തെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നു. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചെതറിപ്പോയവർ ആരാണ്? ലേമൻ, സാധാരണക്കാർ. അവരാരും ഓർഡൈൻഡ് പാസ്റ്റേഴ്സൊന്നും അല്ല, സൺഡേ സ്കൂൾ ടീച്ചർ പോലും അല്ല, സകല വിശ്വാസികളും. നിങ്ങൾ ആരായിരുന്നാലും യേശുവിനെ പറ്റി പറയണം. അവസരം ഉണ്ടാകുമ്പോൾ പറയണം, അവസരം ഉണ്ടാക്കി പറയണം. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയില്ല, പക്ഷേ അവസരം ഉണ്ടാക്കി പറയണം. എന്ന് പറഞ്ഞാൽ വിചാരിച്ചോ, ഒരിടത്തൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, അന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ക്രിസ്തീയ പുസ്തകം അവർക്ക് കൊടുക്കുന്ന സമ്മാനത്തിനോടൊപ്പം ചേർത്ത് കൊടുക്കാനൊക്കത്തില്ലയോ? ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ശ്രീനഗറിൽ ഒരു മുസ്ലിം, അഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം, പോപ്പുലർ ക്രോക്കറീസ് ആ കടയുടെ പേരാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. അടുത്ത ദിവസം മുതൽ അദ്ദേഹം സാധനങ്ങൾ ഓരോരുത്തരും വന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രാക്ട് വെച്ചാൽ അവിടുത്തെ പെട്ടെന്ന് ആളുകൾ വരുന്ന അങ്ങ് നിർത്തി. കാരണം അവിടെ മുഴുവൻ നോൺ ക്രിസ്ത്യൻസാണ്, മുസ്ലിംസാണ്. അവരെല്ലാം ആളുകളങ്ങ് വരുന്നത് നിർത്തി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിയുമെന്ന് വിചാരിച്ചു. പക്ഷേ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന വിലയ്ക്ക് വേറെ ആരും തരത്തില്ല. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ ഏറ്റവും നല്ല സാധനം വേറെ ആരും തരുന്നില്ല, നല്ലത് മാത്രം, ഒൺലി ദ ബെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കട വീണ്ടും ഫ്ലറിഷ് ചെയ്തു. എൻ്റെ അനുജൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. മാത്രമല്ല, ഓരോ പ്രാവശ്യവും മന്ത്രിമാർ ചാർജ് എടുത്തു കഴിയുമ്പോൾ ശലോമോൻ്റെ പ്രാർത്ഥന, ദൈവമേ ഇവരെ ഒത്തിരി ജനങ്ങളുണ്ട്, അവരെ ഭരിക്കാൻ എനിക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് നിൻ്റെ അത് വലുതായിട്ട് അച്ചടിച്ചിട്ട്
അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും ഗിൽറ്റിട്ട ഒരു ഉറുദു ബൈബിൾ കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളെല്ലാവരും ചെയ്യണം, ഞാനും ചെയ്യണം. 5-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ശമരിപട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരപട്ടണത്തിൽ ചെന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം സൺഡേ സ്കൂൾ ടീച്ചറൊന്നുമല്ല. അവിടുത്തെ ഡീക്കനായിട്ട് എന്ന് പറഞ്ഞാൽ മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ശമരിയ എന്ന് പറയുന്നത് നാമധേയ യഹൂദന്മാരാണ്. അവിടത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി. അവിടെ ചെന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസ് ചെന്ന് അവരോട് യേശുവിനെ പറ്റി പ്രസംഗിച്ചു. നിങ്ങളെ അയക്കുന്നിടത്ത് യേശുവിനെ പറ്റി പറയണം കേട്ടോ. സഭാസ്ഥാപനം. ഹല്ലേലൂയ. സഭാസ്ഥാപനം പിശാചിൻ്റെ 6-7 വാക്യങ്ങൾ പറയാം. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുക. അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എ ക്രിയേറ്റീവ് മിറക്കിൾ വിൽ ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് എവറിബഡി. പ്രൈം മിനിസ്റ്ററുടെ ആയാലും മുഖ്യമന്ത്രിയുടെ ആയാലും ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഒരു ക്രിയേറ്റീവ് മിറക്കിൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ക്രിയേറ്റീവ് മിറക്കിൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ അപ്പോസ്തല പ്രവൃത്തി നടക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ സഭയിലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കട്ടെ കർത്താവെ, കാലില്ലാത്തവൻ മുടന്തുള്ളവൻ നടക്കട്ടെ കർത്താവെ. അതുപോലെ നിങ്ങൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ ഡൽഹിയിൽ സാധാരണ ഉള്ള പഴയ കാലത്തുള്ള സഭകളൊക്കെ മർത്തോമക്കാർ പിന്നെ ഇവിടെ അങ്ങനെയുള്ളവരൊന്നും ചെയ്യത്തില്ലല്ലോ. പണങ്ങണ്ടാകട്ടെ, ഉള്ള കാര്യം പറയാം അല്ലേ. എവിടെയെങ്കിലും ഹിന്ദുക്കളോട് ഉദാഹരണത്തിന് ഡൽഹിയിൽ എത്ര മർത്തോമ സഭകളുണ്ട്? എത്ര സഭ? ഞാനൊരു ആവേശം തരാൻ പറയുകയാണ്. എത്ര മർത്തോമ സഭക്കാർ ആരെങ്കിലും ഒരു ഗ്രാമത്തിലെങ്കിലും പോയി ഹിന്ദിക്കാരെ നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? യാക്കോബക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്തീയ സഭകൾ, പട്ടത്തെ സഭകൾ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? നമ്മൾ ശ്രമിക്കണം. CNAക്കാർ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. മെത്തഡിസ്റ്റുകാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരിങ്ങോട്ട് വന്നാലും ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടെന്നാൽ അത് ഉള്ള സഭകളിലൊക്കെ എത്ര പേരുണ്ട്? പെന്തിക്കോസ്ത് സഭകളിൽ എത്ര പേരുണ്ട്? ചർച്ച ഗോഡായി PC നിങ്ങൾ ഏതെങ്കിലും നോക്കിയോ, എത്ര പേരുണ്ട്? എന്നാൽ ഇവിടെ വേറൊരു ചെറുപ്പക്കാരൻ അങ്കിട്ട് എന്ന് പറയുന്ന ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ സഭ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയി. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയാം? 10,000 പേരുണ്ട്. 10 ഏക്കർ ഭൂമി വാങ്ങിച്ചിരിക്കുകയാണ്. 50,000 പേർക്ക് ഇരിക്കുവാനുള്ളൊരു ചർച്ച് പണിത്. ഹല്ലേലൂയ. അദ്ദേഹം പോയി ലക്നൌവിൽ പോയി മീറ്റിംഗ് നടത്തിയപ്പോൾ ലക്നൌവിലെ ഹിന്ദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിനകത്ത് വരെ എഴുതി യേശു ക്രിസ്തു ലക്നൌവിനെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളും ക്രിയേറ്റീവ് മിറക്കിൾസിനകത്ത് ആൾ കൂടിയാലൊക്കത്തില്ല കേട്ടോ, ആൾ കൂടിയാലൊക്കത്തില്ല. പിന്നെയോ ക്രിയേറ്റീവ് മിറക്കിൾസ്, ആളുകൾക്കാർക്കും ചോദ്യം ചെയ്യാനൊക്കാത്തതായിട്ടുള്ള മിറക്കിൾസ് നമ്മുടെ സഭകളിൽ നടക്കട്ടെ, മർത്തോമ സഭയിൽ നടക്കട്ടെ. യാക്കോബ നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പഠിപ്പിക്കുകയല്ല കേട്ടോ. ഹല്ലേലൂയ. കുർബാന കഴിയുമ്പോൾ വന്നാട്ടെ, ആവശ്യക്കാർ വന്നാട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. വയറുവേദനയുള്ളവർ വന്നാട്ടെ, കാലുവേദനയുള്ളവർ വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ചിലർ ചോദിക്കും ഒന്നും നടന്നില്ലെങ്കിലും നടന്നാലോ? അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ അത്ഭുതം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം വായിക്കുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എനിക്കറിയാം ചിലരൊക്കെ എന്നോട് പിണങ്ങുമെന്ന്. ഞങ്ങളെ ഉപദേശിക്കാൻ താൻ ആരാ? ഞങ്ങളെ ഉപദേശിക്കാൻ ആര് വരണം? അച്ഛൻ പറഞ്ഞാട്ടെ, തിരുമേനി പറഞ്ഞാട്ടെ? ഇല്ല, ആർക്കും ആരെയും ഉപദേശിക്കാം. എന്നെ നിങ്ങൾക്ക് ഉപദേശിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടായി. എപ്പോൾ? ക്രിയേറ്റീവ് മിറക്കിൾസ്. അപ്പോഴാണ് പട്ടണം സന്തോഷിക്കുന്നത് അല്ലേ. കുഷ്ഠരോഗി സൗഖ്യമായി, മുടന്തൻ നടന്നു, പാരലൈസായിട്ട് കിടന്നു ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. അങ്ങനെ ഒരെണ്ണമല്ല, ഒത്തിരി നടക്കാമെങ്കിൽ 14 മുതൽ 17 വരെ വായിക്കാൻ പോവാണ്. 14 മുതൽ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്നു അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ? രക്ഷിക്കപ്പെട്ട സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയതാണ്. അതല്ല പറയുന്നത്. അതിനപ്പുറത്തുള്ള ഒരു പരിശുദ്ധാത്മ സ്നാനത്തെ പറ്റി. നിങ്ങൾ ബ്രദറുകാരായിരിക്കാം, ബാപ്റ്റിസ്റ്റുകാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, യാക്കോബക്കാരായിരിക്കാം, നിങ്ങൾ ആരായിരുന്നാലും ശരി, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. എന്തിനാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഹല്ലേലൂയ. വളരെ അത്യാവശ്യമായൊരു കാര്യം പറയാം. നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയാണ്. ഓഫീസിലാണോ ഏതെങ്കിലും ലോഡ്ജിൽ വേറെ ആരുടെയും കൂടെ ആണെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ? നിങ്ങളുടെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, കോളേജിൽ പോയിരിക്കുമെന്ന വിചാരം.
ആണോ അല്ലയോ അതുപോലെ വേറെ വല്ല കുരുത്തക്കേടും കാണിക്കാൻ പോയി. എങ്ങനെ അറിയാം? അതുകൊണ്ട് നിങ്ങൾക്ക് അന്യഭാഷ അത്യാവശ്യമാണ്. നിങ്ങൾ ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കർത്താവ്, എൻ്റെ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യ ഓഫീസിൽ പോയിരിക്കുകയാണ്, ആണോ എന്ന് എങ്ങനെയൊക്കെ അറിയാം. അതുകൊണ്ട് കാത്തുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്യഭാഷ ഒരു വിശ്വാസിക്ക് ആവശ്യമല്ല, വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് കൃപാവരങ്ങൾ തരണമേ. ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്, എത്ര കൃപാവരമുണ്ട്? ചിലർ പറയുന്നത് 9 കൃപാവരമുണ്ട്, 9 ഫലങ്ങളുണ്ട്. 9 ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ? 9 ഒരു കിളി പറക്കുന്നത് 2 ചിറകിനകത്താണ് അല്ലേ? അത് ഒരുപോലെ ബാലൻസ് ചെയ്യും. അതുകൊണ്ട് 9 ശരിയല്ല. ഒരു പാസ്റ്റർ ഏർണി ഗ്രൂവൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയ പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും എന്ന് പറയുന്ന ഒരു പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് 25 കൃപാവരത്തെ പറ്റി പറയുന്നുണ്ട്. വേഗത്തിൽ പറഞ്ഞു പോകാൻ എൻ്റെ വിഷയം തീർക്കണം. 1 നിത്യജീവൻ, റോമർ 6:23. 2 നീതീകരണം, റോമർ 5:15. 3 പരിജ്ഞാനം, വിഷ്ഡം, 1 കൊരിന്ത്യർ 12:48. 4 ജ്ഞാനം, ഓക്കെ, ബുദ്ധി, പരിജ്ഞാനം, 1 കൊരിന്ത്യർ 12:48. 5 വിശ്വാസം. 6 സൗഖ്യമാക്കുന്ന ദാനം, എഫേസ്യർ 2:8-9. 7 അത്ഭുതം ചെയ്യുന്നു, അത്ഭുതം നടക്കുന്നു. 8 പ്രവചനവരം. 9 ആത്മാക്കളെ വിവേചിച്ചറിയുക. 10 വിവിധ തരം അന്യഭാഷകൾ, ഒരു അന്യഭാഷ മാത്രമല്ല, വിവിധ തരം. 11 അന്യഭാഷയുടെ വ്യാഖ്യാനം. 12 5 ശുശ്രൂഷ വരങ്ങൾ, എഫേസ്യർ 4:11. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ. 16 ഉപദേശം, അതിനകത്തുള്ള 5ാമത്തെ ഉപദേശകന്മാർ, ടീച്ചേഴ്സ്. 17 സേവനം, ഡീക്കൻ. 18 പ്രോത്സാഹനം. 19 കൊടുക്കുന്ന വരദാനം, രൂപ കൊടുക്കാൻ, പുരയിടം കൊടുക്കാൻ, ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന വരദാനം. 20 നേതൃത്വം, ലീഡർഷിപ്പ്. 21 കരുണ കാണിക്കുന്ന വരം, ആശുപത്രി ചെന്ന് സഹായിക്കുക, ജയിലിൽ ചെന്ന് സഹായിക്കുക. 22 സഹായങ്ങളുടെ, ഹെൽപ്പ് മിനിസ്ട്രി. അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു സഭയാണ് പാസ്റ്റർ ജോയൽ ഓസ്റ്റിൻ്റെ സഭ. അദ്ദേഹത്തിൻ്റെ അളിയൻ, ഞാൻ അദ്ദേഹത്തെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ ബ്രദറിൻ്റെ ശുശ്രൂഷ ഇവിടെ? പറഞ്ഞു, ഞാൻ ഹെൽപ്പ് മിനിസ്ട്രി. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരിടത്ത് ബൾബ് കത്തുന്നില്ല, ഞാൻ പോയി ശരിയാക്കി കൊടുക്കും. ഒരിടത്ത് പൈപ്പ് ശരിയായിട്ട് അടയുന്നില്ല, ഞാൻ പോയി ശരിയാക്കി കൊടുക്കും. ഏതെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ വേറൊരു സഹോദരിയുടെ ഒക്കെ ചോദിച്ചു, സഹോദരിയുടെ ശുശ്രൂഷ എന്തുവായി ചർച്ചിനകത്ത്? ആരെങ്കിലും ദൈവദാസന്മാർ വരുമ്പോൾ അവരെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും, എന്നെ താമസിപ്പിച്ചു. എവിടെയെങ്കിലും മീറ്റിങ്ങിന് ഊണിക്കൊണ്ടു. ഇതെല്ലാം ഹെൽപ്പ് മിനിസ്ട്രിയാണ്. നിങ്ങൾക്കും ചെയ്യാവുന്ന ഹെൽപ്പ് മിനിസ്ട്രികൾ കാണും കേട്ടോ. 23 അഡ്മിനിസ്ട്രേഷൻ, ഭരണം, പരിപാലനപരം. 1 കൊരിന്ത്യർ 12:28. അതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ മൂലപദം ബോട്ടിൻ്റെ ചുക്കാൻ പിടിക്കുക എന്നാണ്. അവരാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകാൻ പാടില്ല. 24 മധ്യസ്ഥ പ്രാർത്ഥന, 2 കൊരിന്ത്യർ 1:3-11 വരെ. 25 ബ്രഹ്മചര്യത്തിൻ്റെ വരം. എല്ലാവർക്കും കൊടുത്തിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് ആ വരം കിട്ടിയിട്ടില്ലാത്തവർ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക നല്ലത്. അതിന് ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. 1 കൊരിന്ത്യർ 7:6-9 വരെ. ഇത് 25ാമത്തെ വാക്യം, 8ാമത്തെ അധ്യായം 25ാമത്തെ വാക്യം വായിക്കാൻ പോവുക. അവർ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്ത ശേഷം ശമര്യരുടെ അനേക ഗ്രാമങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോസ്തലന്മാരും അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് നടന്നു യാത്ര ചെയ്തു. ഇന്നത്തെ പണങ്ങളിലെ ഇന്നത്തെ അപ്പോസ്തലന്മാർ അധികം പേരും സുവിശേഷം പ്രസംഗിക്കുന്നില്ല. എവിടെ കൺവെൻഷന് പ്രസംഗിക്കും. 2 വീട്ടിൽ പോയി സുവിശേഷം, അടുത്തുള്ള വീട്ടിൽ പോയിട്ട് സുവിശേഷം പറയുമോ? മോഹനൻ നായരുടെ വീട്ടിൽ പോയി സുവിശേഷം പറയുമോ? മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ പോയി സുവിശേഷം പറയുമോ? കള്ളുടിച്ചു മുടിച്ച് നടക്കുന്ന അവരാച്ചൻ്റെ അടുക്കൽ സുവിശേഷം പറയുമോ? ഹല്ലേലൂയ. രാജസ്ഥാനിലൊരു ഡോക്ടർ M.A. തോമസുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ബ്രദറുകാരനായിരുന്നു, കുഴിക്കാലക്കാരൻ. അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ ദിവസവും മരണം വരെ അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് വൈകിട്ട് പോയി ട്രാക്റ്റ് കൊടുക്കുമായിരുന്നു. ആര്? പത്മശ്രീ അവാർഡ് BJP ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ മനുഷ്യൻ. 1500 സഭകളുടെ ലീഡറായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും പോകുമായിരുന്നു. എവിടെയെങ്കിലും കൺവെൻഷന് പോയി കഴിഞ്ഞാൽ അവിടെയും പോയിട്ട് വിൽക്കും. ഒരു കൺവെൻഷന് പോയിട്ട് വെളിയിൽ തുടങ്ങാൻ മതി, അവിടെ പോവാ, ഞാൻ ഗോസ്പൽ വിൽക്കാൻ പോവാ. ഇവിടെ ആരും വാങ്ങിക്കത്തില്ല. അയ്യോ, ഞങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെയും പോയിട്ട് 10-25 രൂപയുടെ ഗോസ്പൽ വിറ്റും വെച്ച് വന്നു, 50 പൈസയ്ക്ക് ഒരു പാക്കറ്റ് വെച്ചിട്ട്. ഹല്ലേലൂയ. നാമും ചെയ്യണം, അപ്പോസ്തലന്മാരും ചെയ്യണം. 26ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദൂതൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ. 26 ഞാൻ വായിച്ചുകൊള്ളട്ടെ.
അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ടെ യെരൂശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞു. ചിലപ്പോൾ നേരിട്ട് പറയും, ചിലപ്പോൾ ഒരു പുസ്തകത്തിനകത്തൂടെ, ഒരു മാസികയ്ക്കകത്തൂടെ, ഒരു പ്രസംഗത്തിനകത്തൂടെ നമുക്ക് ശബ്ദം കേൾക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് പല വിധത്തിൽ സംസാരിക്കും. അതിനകത്ത് ഒന്നിവിടെ നേരിട്ട് സംസാരിക്കുകയായിരുന്നു. എബ്രായർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ദൈവദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? മിനിസ്റ്ററിങ് സ്പിരിറ്റ്. ഓരോരുത്തരോടും സേവകാത്മാക്കളുണ്ട് കേട്ടോ. കാവൽ മാലാഖ എന്നൊക്കെ പറയാം. അവർ എത്ര എണ്ണമുണ്ട്? ഒന്നിൽ കൂടുതൽ ഓരോരുത്തർ. എൻ്റെ കൂടെ രണ്ട് പേരുണ്ട്. ദുഷ്ടാത്മാവും ഉണ്ട്. എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കാൻ, അങ്ങോട്ട് നോക്കിയാട്ട് ഇങ്ങോട്ട് നോക്കിയാട്ട് എന്നൊക്കെ പറയുന്ന ദുഷ്ടാത്മാക്കൾ കാണും. അതോടൊപ്പം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള രക്ഷ പ്രാപിക്കാനുള്ള സൃഷ്ടിക്കുന്ന സേവകാത്മാക്കളുമുണ്ട്, മിനിസ്റ്ററിങ് സ്പിരിറ്റും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിടത്തോട്ട് പോവുകയാണ്, നിങ്ങൾ അറിയാത്തൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അത് പണത്തിൻ്റെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിനകത്തൊരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിരിക്കാം. ഒറ്റ സീറ്റ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒറ്റ സീറ്റ് മാത്രം. അല്ലെങ്കിൽ കോളേജിൽ ഒരു അഡ്മിഷൻ, കോളേജ് ക്ലോസായി. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴേ പറയും, നോക്കിയാൽ മുഴുവൻ ക്ലോസായിപ്പോയി, പക്ഷേ ആരെങ്കിലും ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് അവസാനത്തെ ദിവസം നാളെ ഒന്ന് കാണണം. ചിലപ്പോഴേ പറഞ്ഞ് ഒരു കൊച്ചം വരുന്നില്ല. അതും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സേവകാത്മാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഞാൻ ഒരിക്കൽ പർവ്വതത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ഭുതങ്ങൾ താക്കോളെന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ചായ കുടിക്കാൻ വലിയ ആഗ്രഹം. എൻ്റെ കയ്യിൽ 25 പൈസ ഇല്ല, എൻ്റെ കയ്യിൽ 1 രൂപയേ ഉള്ളൂ. ആ 1 രൂപ എനിക്ക് ബസ് കൂലി വേണം. ഞാൻ ആ നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് റിയാസി വരെ പോകാൻ 25 പൈസ, 25 നിന്ന് കട്രായി വരെ പോകാനായിട്ട് 75 പൈസ, 1 രൂപ. എൻ്റെ വേറെ ചില്ലറയില്ല. ഞാൻ പല പ്രാവശ്യം പോക്കറ്റിനകത്ത് തപ്പി നോക്കിയത് കേട്ടോ, ഇല്ല. ആ 1 രൂപ, അതും ഒരു പഴയ നോട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ എൻ്റെ ബുദ്ധി പറഞ്ഞു, ഇനിയും കൈയിടണ്ട, കാരണം ആ 1 രൂപ കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആരും എടുക്കത്തില്ല. ഞാൻ ബസ് വന്നു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇല്ലല്ലോ, അവിടുന്ന് തോട്ടിക്കൂടെ ഒഴുകി വന്ന വെള്ളവും കുടിച്ചു വെച്ച് ഞാൻ അവിടെ നിന്ന് ബസ് വന്ന് ബസ്സിനകത്ത് കയറി. എൻ്റെ കണ്ടക്ടർ വന്ന് ചോദിച്ചോടെ ഞാൻ പറഞ്ഞു, റിയാസി ചാറന അതേതോ 25 പൈസ എന്നാട്ടെ. ഞാൻ പോക്കറ്റിനകത്ത് കൈയിട്ടപ്പോൾ എൻ്റെ പോക്കറ്റിനകത്ത് ഒരു 25 പൈസയുടെ കോയിൻ കിട്ടി. എന്തിനാ? റിയാസി ചെന്ന് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ട്. ആരിട്ടതാണ്? ഏതോ സേവകാത്മാക്കൾ ഇട്ടതാ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, സേവകാത്മാക്കൾ ആരെങ്കിലും, ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ പോകുമോ? അമേരിക്കയ്ക്ക് പോകാൻ പറഞ്ഞാൽ പോകും, ഗൾഫിന് പോകാൻ പറഞ്ഞാൽ പറയും. പക്ഷേ ഞാൻ ചോദിക്കുക, നിങ്ങൾ അമേരിക്കയിലോ ഗൾഫിലോ ജോലിയുള്ള ഒരു ഡോക്ടറാണ്, ഒരു നേഴ്സാണ്, ഹല്ലേലൂയ, ബീഹാറിന് പോകാൻ പറഞ്ഞാൽ പോകുമോ? ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ പറഞ്ഞാൽ പോകുമോ? നിങ്ങളുടെ മോൻ പോകുമോ എന്ന് പറയുക, ഡോക്ടറാ മോൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടുമോ? പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, PG വർഗീശ്വരം. പക്ഷേ അനുസരിക്കാൻ പ്രയാസമില്ലെങ്കിൽ ഓക്കെ, അനുസരിക്കാൻ എളുപ്പമാണെങ്കിലോ. ഒരിക്കൽ എനിക്ക് വാഷിങ്ടൺ ഫോർ ജീസസ് ഒരു കോൺഫറൻസിന് എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് 100 പേരുമായിട്ട് ചെല്ലണമെന്ന്. ഞാൻ മനോരമയ്ക്കകത്തൊരു പരസ്യം ചെയ്തു. അന്ന് മറ്ററിയാവുന്ന വീക്കിലികളൊന്നുമില്ല, ഒരു പരസ്യം ചെയ്തു. അമേരിക്കയിൽ ഒരു കോൺഫറൻസിന് പോകാൻ താല്പര്യമുള്ളവർ വിശ്വാസികൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 70 പേര് അപ്ലൈ ചെയ്തു. കുറച്ച് പേര് വിമാനത്തിൽ പറന്നു വന്നു. എന്താ കാര്യം? അമേരിക്കയിൽ പോകണം, ബൈബിൾ കോളേജിലേക്ക് പോകാനോ? പോകണം. പക്ഷെ പ്രയാസമുണ്ടെങ്കിൽ, അനുസരിക്കാൻ പ്രയാസമില്ലെങ്കിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ടാകും. പ്രയാസമുണ്ടെങ്കിലോ ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ, സൗദി അറേബ്യ സുവിശേഷ വേലയ്ക്ക് പോകാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്നുള്ള വിശ്വാസികളിൽ ഒരു 10% പേർക്കെങ്കിലും ദൈവവിളിയുണ്ട് സുവിശേഷയിലേക്ക് പോകാൻ. പക്ഷേ പോകാൻ മനസ്സില്ല. അവരെ മാതാപിതാക്കൾ തടയുന്നു, കൂട്ടുകാർ തടയുന്നു, സഭക്കാർ തടയുന്നു. എൻ്റെ ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാളിൻ്റെ കല്യാണം നടക്കുക. അന്നേരം അവരുടെ സഭയുടെ വലിയ പാസ്റ്റർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അവൻ അവധിക്ക് വന്നപ്പം ഞാൻ അവൻ്റെ ഒക്കെ പറഞ്ഞതാ, എടാ കൊച്ചനെ, നീ വടക്കേ ഇന്ത്യക്ക് പോകണ്ട, ഇവിടെ ഒരു നല്ല സഭ തരാം. പക്ഷേ അത് കേൾക്കാതെ അവൻ പിന്നെയും പോയിരിക്കുക. എങ്ങനെയെങ്കിലും ഒരാളിനെ വടക്കേ ഇന്ത്യക്ക് അയക്കാൻ നോക്കേണ്ടതിന് പകരം എത്രയോ പേർക്ക് വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സുശീലക്കാരൊക്കെ ചോദിച്ചാട്ടെ. എൻ്റെങ്കിലും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ നിൽക്കാമെന്ന്, എൻ്റെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ നിൽക്കാമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ അനുസരിക്കാൻ പ്രയാസമുള്ളതും അനുസരിക്കണം. എവിടത്തേക്കാവും പോകുന്നത്? ഗാസ മരുഭൂമി. ഹല്ലേലൂയ. ന്യൂസിലൻഡുകാരനായ ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹത്തിന് 1.5 വയസ്സുള്ളപ്പോൾ ന്യൂസിലൻഡിൽ ചെന്നാണ്, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ന്യൂസിലൻഡിൽ ചെന്നതാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കൂടാണ് കൃഷി ചെയ്യുന്നത്. അവിടെ വേലക്കാരില്ല, സ്വയം ചെയ്യണം. അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ട് സുശേഷ വിലയ്ക്കോട് ചിലവാക്കുക.
നിന്നോടും പറയുന്ന സ്ഥലത്ത് നീയും സുവിശേഷ വേലയ്ക്ക് പോകണം. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യം. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കൊന്തക്ക എന്നു പേരായ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ പോയി, എഴുന്നേറ്റ് പോയി. പോകാമെന്ന് പറഞ്ഞു വെച്ച് പോകാതിരിക്കുകയല്ല, VRS കിട്ടിക്കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുകയല്ല, ഞാൻ ഈ ജോലി ചെയ്ത് കുറച്ച് രൂപ ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ച് പോകുന്നവരെ സഹായിക്കാമെന്ന് പറയുകയല്ല. അവൻ പോയി. അന്നത്തെ കാലത്ത് അവൻ്റെ കുതിരയില്ല, അവന് രഥമില്ല, അവന് വണ്ടിക്കൂലി പോലും കൊടുത്തില്ല. ദൈവം പറഞ്ഞിട്ട് പോകണം, പറഞ്ഞാൽ പോകണം. ഞാൻ മുമ്പേ ഒരു MA തോമസിൻ്റെ കാര്യം പറഞ്ഞില്ല, മരിച്ചുപോയി. അദ്ദേഹം മദ്രാസ് HBAയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജസ്ഥാനെ പറ്റി ഭാരമുണ്ടായി. അവധിക്കാലത്ത് രാജസ്ഥാനിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു ഗ്രാജുവേഷൻ കഴിയുമ്പോൾ. പക്ഷേ വണ്ടിക്കൂലിയില്ല, പൈസ ആരും കൊടുക്കുന്നില്ല. അദ്ദേഹം പെട്ടിയെടുത്ത് തലേ വെച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചിനെ എടുത്തു. റെയിൽവേ ലൈനിൽ കൂടെ നടന്നു. അധികം നടത്തിയില്ല, അത് വേറൊരു കാര്യം. നമ്മുടെ ദൈവം കണ്ണിച്ചോരയുള്ള ദൈവമാണ്. പക്ഷേ അദ്ദേഹം നടന്നു, ദൈവം അത് കണ്ടു. അതുകൊണ്ട് BJP ഗവൺമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് വലിയ പദവി കിട്ടാനുള്ള കാര്യമായത്. 1500 സഭകൾ വടക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. വേറെ ആരും പോകത്തില്ല. ഫിലിപ്പോസ് ഇവിടെ ഉണർവടക്കുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ഈ ആടുകളെയൊക്കെ ആരും നോക്കും, വേറെ ആരും ഇല്ലല്ലോ, എൻ്റെ ഭാര്യയുണ്ട്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അന്യനാടാണിത്, ഞാനിവിടെ വിട്ടുമിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റും, 4 പെമ്മക്കളുണ്ട്, അവരെ ആരും നോക്കും. എൻ്റെ ആളുകൾ പലരും ചോദിക്കും, ഞാൻ കട്ടറായിലായിരിക്കും സമയത്ത്, ഞാൻ ഒരാഴ്ച പർവ്വതത്തിലേക്ക് പോകും, തിങ്കളാഴ്ച പോകും, വരുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. എൻ്റെ ചോദിക്കും, ഭാര്യ ഒറ്റയ്ക്കാണ്. ലില്ലിയെ ഭാര്യയായിട്ട് തന്ന ദൈവത്തിന് സ്തോത്രം. ലില്ലിയും പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന്. ഹല്ലേലൂയ. ഇപ്പോഴും അതുപോലെയാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ, ഞാൻ കേരളത്തിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ ആളോട് ചോദിക്കും, ഈ അമ്മാമ്മ ഒറ്റയ്ക്ക് താമസിക്കും. അതെന്താ ഒറ്റയ്ക്ക് അല്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ അബദ്ധം കാണിക്കുമെന്ന് പറഞ്ഞില്ല കേട്ടോ. അവന് ഹി വാസ് എ നോൺ സ്റ്റോപ്പബിൾ മാൻ, ഹി വാസ് എൻ അൺസ്റ്റോപ്പബിൾ മാൻ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇന്നും ദൈവം നോക്കുകയാണ് ഒരു അൺസ്റ്റോപ്പബിൾ മാനായിട്ട്. ആരും പിടിച്ചു നിർത്താൻ ഒക്കാത്തതായിട്ടുള്ള ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആര് പറയും, കർത്താവേ ഞാനൊരു അൺസ്റ്റോപ്പബിൾ മാനായിട്ട് നീ അയക്കുന്നിടത്ത് പോകാം. പലരും വടക്കേ ഇന്ത്യ വരും, 6 മാസം കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു. വലിയ പ്രയാസം അവിടെ കേട്ടോ, ചോറ് കിട്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കട്ടറായിൽ നിന്ന് പഞ്ചാബിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എന്നെപ്പറ്റി ആളുകൾ പറഞ്ഞു, അതേ അവിടെ കേരളത്തിലെ അരി കിട്ടും, അതിനുവേണ്ടി പോയതാണ്. ആളുകൾ പറഞ്ഞു, അതേ അവിടുന്ന് ട്രെയിൻ കയറി പോകാൻ എളുപ്പമുണ്ട്. ഇതിനൊന്നും പോയതല്ല കേട്ടോ, ഇതിനൊന്നും പോയത്. ഞാൻ ഡൽഹിയിലോട്ട് മാറിയോ പറഞ്ഞു, അതേ എയർപോർട്ട് അടുക്കല, അതിനുവേണ്ടി പോയത്. അതിനുവേണ്ടി ഒന്നും പോയതല്ല, അതിനുവേണ്ടി പോയൊന്നും അല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഒരു വില കൊടുക്കാൻ തയ്യാറുള്ള അൺസ്റ്റോപ്പബിൾസിനെ ദൈവം നോക്കുകയാണ്. God is looking for an unstoppable man who is willing to pay the price. വില കൊടുക്കാതെ ഒന്നും സാധിക്കില്ല. കന്തക്ക എന്ന് പറയുന്ന ഒരു റാണി, അതവരുടെ പേരല്ല, അവരുടെ സ്ഥാനപ്പേരാണ്. ഫറവോ എന്ന് പറയുന്നത് പോലെ, അബിമലേക്ക് എന്ന് പറയുന്നത് പോലെ, സുൽത്താൻ എന്ന് പറയുന്ന പോലെ ആ രാജ്ഞിയുടെ സ്ഥാനപ്പേരാണ് കേട്ടോ. ഈ അവൻ ഷണ്ണൻ എങ്ങനെ ഷണ്ണനായെന്ന് അറിഞ്ഞുകൂടാ. വേദപുസ്തകത്തിൽ 2 വിധത്തിലുള്ള ഷണ്ണന്മാരെ പറ്റി പറയുന്നൊരു ചരിത്രം പറയുന്നുണ്ട്. 1 ഷണ്ണനായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ, 2 എൻ്റെ രാജാവിനെ ശുശ്രൂഷിക്കണം, റാണിയെ നോക്കാൻ എനിക്കൊരു ഒരു അവസരം കിട്ടണം, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു വെച്ച ഷണ്ണനായ മനുഷ്യൻ. ഷണ്ണനായി ജനിച്ചവൻ, ഷണ്ണനായ മനുഷ്യൻ എന്തിന്? റാണിയെ സൂക്ഷിക്കാൻ. അവനൊരു കമ്മിറ്റ്മെൻറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവനൊരു സമർപ്പണമുണ്ടായിരുന്നു, അവന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, അവൻ്റെ ജീവനെ കൊടുക്കാൻ മടിയില്ല. ഹല്ലേലൂയ. അവന് ഭാര്യയില്ല, മക്കളില്ല. നമ്മളും ഇതുപോലെ ആയിരിക്കണം. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ എനിക്കൊരു സമർപ്പണമുണ്ട്. എന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. എൻ്റെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാനൊക്കുമോ, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കാനൊക്കുമോ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരു സമർപ്പണ മനുഷ്യൻ, അവനൊരു മഹാനാണ് കേട്ടോ. അവൻ്റെ കുടുംബത്തിൽ അവൻ മഹാനായിരുന്നു, അവൻ്റെ രാജ്യത്ത് അവൻ മഹാനായിരുന്നു. എങ്ങനെയാണ് മഹാനായത്? നല്ല സ്ഥാനത്ത് എന്തുകൊണ്ടല്ല, അവൻ പടിപടിയായിട്ട് ഉയർന്ന. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഹയർ ആൻഡ് ഫയർ അല്ല, സിസ്റ്റം അല്ല, അല്ലേ? മനോരമയ്ക്കകത്ത് പരസ്യം ചെയ്തും വെച്ച്, അല്ലെങ്കിൽ മാതൃഭൂമിക്കകത്ത് പരസ്യം ചെയ്തും വെച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മാസികയ്ക്കകത്ത് പരസ്യം ചെയ്തും വെച്ച് ഉയർന്ന സ്ഥാനത്താക്കുകയല്ല, പടിപടിയായിട്ട് ഉയർന്നു പോകുന്നവനായിരിക്കാം. അവനൊരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ അവൻ മഹാനായതാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളും നിങ്ങളുടെ സ്ഥാനം നിങ്ങളെ തേടി വരട്ടെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഐ വിൽ നോട്ട് ചേസ് എ ചെയർ ബട്ട് ദ ചെയർ മസ്റ്റ് ചേസ് മീ. ഞാനൊരു കസേര അന്വേഷിച്ച് പോകത്തില്ല, കസേര എന്നെ അന്വേഷിച്ച് വരണം. എൻ്റെ സമർപ്പണം കണ്ടിട്ട്. ഞാൻ വലിയ മഹാനാണെന്നൊന്നും പറയുകയല്ല കേട്ടോ. ഹല്ലേലൂയ.
അതുകൊണ്ട് എനിക്ക് ആയിത്തീരാൻ ആഗ്രഹമുണ്ട്. അവൻ സകല ഭണ്ഡാരത്തിനും അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, കസ്റ്റോഡിയൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അവനൊരു വിശ്വസ്തനായിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാം. നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലിയിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കുമോ? 1,00,000 രൂപ അല്ല, ഒരു വലിയ ബാഗ് നിറച്ച് രൂപ നിങ്ങളുടെ ലീഡർ കൊണ്ടും നിങ്ങളുടെ ഈ തന്നു കഴിഞ്ഞ് എണ്ണിയിട്ടില്ല, അതുപോലെ കൊണ്ട് തന്നിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ്. വടകരയിലൊക്കെ ചെന്ന് ചില ഗ്രാമങ്ങളിലൊക്കെ മീറ്റിംഗ് നടത്തും, വലിയ കൺവെൻഷൻ നടത്തും. ചിലപ്പോൾ പറയും അതിൻ്റെ അവസാന ദിവസത്തെ ഓഫറിങ് എനിക്കായിരിക്കും. അപ്പോൾ എണ്ണിത്തരാൻ സമയമില്ല. അതിനകത്ത് ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ഓഫീസിൽ കൊടുക്കാവുന്ന പലരും അന്നുമുണ്ട് ഇന്നുമുണ്ട്. എൻ്റെക്കാൾ 3 ദൈവദാസന്മാർ എൻ്റെ ഓഫീസ് കാണാൻ വന്നു, വലിയ ആളുകൾ, പേര് പറയുന്നില്ല, വലിയ ആളുകൾ. അവർ വന്നു ചോദിച്ചു, വർഗീസ് എന്നെ എങ്ങനെ കിട്ടി ഇത്ര വിശ്വസ്തരായവർ? ഞാൻ ചുമതല ഏൽപ്പിച്ചതാണ് കേട്ടോ, ചുമതല ഏൽപ്പിച്ചാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ ഈ ലക്ഷക്കണക്കിന് രൂപ തന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഈ അഡ്രസ് ലിസ്റ്റ് കംപ്ലീറ്റ്, ഇന്നത്തെ എല്ലാം കമ്പ്യൂട്ടറിനകത്താണല്ലോ അല്ലേ, എല്ലാ അഡ്രസ് ലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടർ അമേരിക്കയിലുള്ളവർ, ലണ്ടനിലുള്ളവരെ, മലയാളത്തിലുള്ളവരെ, കേരളത്തിൽ, അത് കിട്ടിക്കഴിഞ്ഞാലും അത് മോഷ്ടിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. എൻ്റെ അഡ്രസ്സിനകത്ത് ഒരെണ്ണം പോലും മോഷ്ടിച്ചതില്ല. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്റ്ററുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ എടുത്ത് ടൈപ്പ് ചെയ്യുമായിരുന്നു. ഒരിക്കലും ലെറ്റർ വന്നപ്പോഴേ അതിനകത്ത് എഴുതിയിരുന്നേ, നിങ്ങൾ അയച്ചു തന്ന $1000, ഇന്നത്തെ കാര്യമാണെന്നറിയാം, 1972 അയച്ചു തന്ന $1000 ചർച്ച പണിക്കായിട്ട് തന്നതിന് നന്ദി. എൻ്റെ മനസ്സിനകത്ത് സാത്താൻ പറഞ്ഞു, നീ എഴുതി വെച്ചേരി ഈ അഡ്രസ്സ്, എന്നെങ്കിലും നിനക്കൊരു ചർച്ച ഉണ്ടായി കഴിയുമ്പോൾ ആ ചർച്ച പണിയാനായിട്ട് ചോദിക്കാം. ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ എഴുതിയെടുത്തില്ല. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, സാത്താൻ അവകാശം പറയാവുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല, എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാകാൻ പാടില്ല, എൻ്റെ ഫോണിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അവൻ വിശ്വസ്തനായിരുന്നു. ഞാനും നിങ്ങളും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, സ്വന്തം കുടുംബത്തോട് വിശ്വസ്തരായിരിക്കണം, സഭയോട് വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. 1, അവൻ്റെ കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം. ബി, മഹാൻ. 3, അവൻ വിശ്വസ്തനായിരുന്നു. അവൻ ആരാണ്? ഒരു എത്യോപ്യക്കാരനാണ്. എത്യോപ്യക്കാർ കറുത്തവരാണ് അല്ലേ, ആഫ്രിക്കക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണത്. ഹല്ലേലൂയ. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങളുടെ തൊലി വെളുത്തിരുന്നാലും ഹൃദയം കറുത്തതാണ്. നിങ്ങൾ കറുത്തവരാണെങ്കിലും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ നിങ്ങൾ വെളുത്തവരാണ്. എൻ്റെ കൂടെ ഒരു സുവിശേഷ വേലക്കാരൻ പ്രവർത്തിച്ചിരുന്നു, ശങ്ക്രു എബ്രഹാം. പർവ്വതവാസിയാണ്, ഏറ്റവും താഴ്ന്ന ജാതിക്കാരനാണ്. പള്ളിക്കൂടം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. 18 വയസ്സ് വരെ പള്ളിക്കൂടം കണ്ടിട്ട് പോലുമില്ല. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. സാഹിബ്മാരെ കണ്ടു, അന്ന് മിഷണറിമാരാണ്. അദ്ദേഹം സ്നാനപ്പെട്ടു. സാഹിബിനെ കാണുന്നതിന് മുമ്പേ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ചൊല്ലിയായിരിക്കും സാഹിബിനെ കണ്ടെങ്കിലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അദ്ദേഹത്തെ സാഹിബ് സ്നാനപ്പെടുത്തി. അദ്ദേഹം സുവിശേഷ വേലക്കാരനായി. എൻ്റെ പാസ്റ്ററെ അദ്ദേഹമാണ് സ്നാനപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പോൾ ഒരു ചോദ്യമൊക്കെ ഉണ്ടായി, പി ജി വർഗീസിനെ അദ്ദേഹം എങ്ങനെ സ്നാനപ്പെടുത്തിയത്? അദ്ദേഹം സ്നാനപ്പെട്ടിട്ടില്ലല്ലോ, അദ്ദേഹം CSIക്കാരനാണ്. അപ്പം ഞാൻ പാസ്റ്ററെ കണ്ടപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ ഇങ്ങനൊരു ചോദ്യം പലരും ചോദിക്കുന്നല്ലോ. അദ്ദേഹം പറഞ്ഞില്ല, വർഗീസിനെ ഞാൻ സ്നാനപ്പെടുത്തുന്നതിന് 1 മാസം മുമ്പേ ഞാൻ സ്നാനപ്പെട്ടതാണ്. ശങ്ക്രു എബ്രഹാമാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ശങ്ക്രു എബ്രഹാമിൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ശങ്ക്രു എബ്രഹാം എല്ലാ മാസത്തിലും എന്നെ കാണാൻ വരും, ഒരു കപ്പ് കാപ്പി കുടിക്കും. അപ്പോൾ ലില്ലി വീട്ടിൽ എന്തെങ്കിലും നല്ല ആഹാരം ഇച്ചിരി ഉണ്ടാക്കി വെച്ചേക്കും, അതുകൂടെ കഴിക്കാനായിട്ട് മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും, അത് കഴിക്കാനായിട്ട് വെക്കും. അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാതിരി സാഹു ഉദ്ദേശി അസിസ്റ്റൻറ്റ് പാസ്റ്ററാണ് നമ്മുടെ പാസ്റ്റർ PM തോമസിനെ സ്ഥാനപ്പെടുത്തി. ആര് പറഞ്ഞു? അദ്ദേഹം അങ്ങ് വെമ്പലായിട്ട് പോയി. ആര് പറഞ്ഞു? അമ്പരപ്പെട്ടു പോയി. ആര് പറഞ്ഞു? നമുക്ക് വിഷമിക്കേണ്ട, പാസ്റ്റർ PM തോമസ് തന്നെ എൻ്റെയൊക്കെ പറഞ്ഞു. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, PM തോമസിൻ്റെ വായിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കേട്ടെന്ന് വരും, എൻ്റെ വായിൽ നിന്ന് കേൾക്കത്തില്ല. കാരണം സ്നാനപ്പെടുത്താൻ നേരം അദ്ദേഹം എൻ്റെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് വേറെ ആരും അറിയരുത്. കാരണം PM തോമസിന് ഒരാഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹം സ്നാനപ്പെട്ടത് പിന്നീടാണെന്നറിഞ്ഞാൽ അദ്ദേഹം സ്നാനപ്പെടുത്തിയവരൊക്കെ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം പലരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, 10-13 പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിക്കും. പറഞ്ഞു, അതുകൊണ്ട് ഇതാരും അറിയരുത്. പറഞ്ഞ് ഞാനങ്ങനെ വാക്ക് കൊടുത്തിട്ടാണ്. ജബാൻ ദിയാ ഹെ മേര, ഞാൻ എൻ്റെ വാക്ക് കൊടുത്താണ്. മേര ജബാൻ നെയ്ൻ തോടെങ്കിൽ, ഞാൻ എൻ്റെ വാക്ക് പണ്ടിക്കത്തില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നമ്മളും ഇതുപോലെ ആയിരിക്കണം. നമ്മുടെ നിറം എന്തായിരുന്നാലും, നമ്മുടെ വിദ്യാഭ്യാസം എന്തായിരുന്നാലും, നമ്മുടെ നിലവാരം എന്തായിരുന്നാലും ശരി, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോടൊന്ന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കട്ടെ. 2, നമ്മൾ മഹാനായിരിക്കണം. 3, നമ്മൾ വിശ്വസ്തരായിരിക്കണം. സെഫന്യാവ് 3:10 പറയുകയാണ്, കൂശ് നദികളുടെ അക്കരെ നിന്ന് എൻ്റെ നമസ്കാരികൾ എന്നെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അവൻ വന്നു. കൂശ് എന്ന് പറയുന്നത് എത്യോപ്യയാണ്.
അവിടുന്ന് വന്നു. ചിലപ്പോൾ ഈ മനുഷ്യൻ മാർഗം കൂടിയ യഹൂദനായിരിക്കാം. യേശുവിൻ്റെ ക്രൂശ് ചുമന്ന ശിമയോനും എത്യോപ്യക്കാരനാണ്, അവനും മാർഗം കൂടിയവനായിരിക്കാം. ഹല്ലേലൂയ. ഇത് പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും എനിക്കൊരു വലിയ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നത്, യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഒരു നിറമുള്ള മനുഷ്യനായിരുന്നു യേശുവിനെ സഹായിച്ചത്. എൻ്റെ ബലമായ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് പണ്ട് സാഹിബ്മാരെ അതേ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആരെയാണ് ഉപയോഗിക്കുന്നത്? ആഫ്രിക്കക്കാരെ. ഇന്ന് ആരെയാണ് ഉപയോഗിക്കുന്നത്? ചൈനക്കാരെ. ഇന്ന് ആരെയാണ് ഉപയോഗിക്കുന്നത്? ഇന്ത്യക്കാരെ. എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഭക്തനായിരിക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ യാത്ര ചെയ്തു. 4471 കിലോമീറ്ററാണ് യെരുശലേമിൽ നിന്ന് എത്യോപ്യയിലേക്ക്, ബോർഡർ ടു ബോർഡർ. ഈ മനുഷ്യൻ എത്യോപ്യയിലെ കൊട്ടാരത്തിൽ താമസിക്കുന്നതാണ്. ഏകദേശം 5000 കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു, കഷ്ടപ്പെട്ടു വന്നു. 5000 കിലോമീറ്റർ എത്ര നാളെടുക്കും? ഏകദേശം 2 ആഴ്ചയെങ്കിലും രഥത്തിനകത്തിരിക്കണം. രഥത്തിനകത്ത് വെറുതെ ഇരിക്കുവാണ്, വേറെ ആരും പോകാത്തടത്ത്. നീയും ആരാധിക്കാൻ പോകുമ്പോൾ നിനക്ക് ഒരു വില കൊടുക്കേണ്ടി വന്നേക്കാം. നീ 6 മണിക്കൂർ നടന്നിട്ടായിരിക്കും പോകുന്നത്, 6 കിലോമീറ്റർ നടന്നിട്ടായിരിക്കാം പോകുന്നത്. സാരമില്ല, ഒരു വില കൊടുക്കണം. ആരാധിക്കാൻ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അടി കൊണ്ടെന്ന് വരാം. ഹല്ലേലൂയ. എൻ്റെ വീട്ടുകാർ പിണങ്ങിയെന്ന് വരാം. ഹല്ലേലൂയ. അവൻ്റെ കൂടെ പട്ടാളക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ഏകദേശം കുറച്ച് പട്ടാളമായിട്ടാണ് വരുന്നത്. ഇത്രയും പേർ 2 ആഴ്ച ഇങ്ങോട്ട്, 2 ആഴ്ച അങ്ങോട്ട്, 1 മാസം. ഹല്ലേലൂയ. നീയും ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു വില കൊടുക്കണം. 28-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. 28-ാമത്തെ വാക്യം. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അവൻ ഇത് വായിക്കാൻ എന്താ കാര്യം? ഇവിടെ ദൈവാലയത്തിൽ വരുന്നവരാരും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമല്ല വാങ്ങിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? തോറ ആയിരിക്കും, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഇതായിരിക്കും. പിന്നെ വേണമെങ്കിൽ യോബിടെ വാങ്ങിച്ചെന്ന് വരും. അല്ല, ഈ ബാക്കി 5 പുസ്തകം വാങ്ങിക്കുന്നത്. സങ്കീർത്തനം. ഇതൊന്നുമല്ലാതെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കാൻ കാരണം? എൻ്റെ വിചാരം, ഇദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇയാൾ ഓർത്ത് കാണും, ഞാൻ ഒരു ഷണ്ണനാണ്, ജന്മന അല്ലെങ്കിൽ ഷണ്ണനായി കഴിഞ്ഞു. അവനറിയാമായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 56-3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, പ്രധാന ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവാണ്. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുമെന്ന് പറയരുത്. ഷണ്ണന്മാരോട് പോകാൻ പാടില്ല. ഷണ്ണന്മാർ ദൈവത്തിൻ്റെ ആലയത്തിൽ കയറാൻ പാടില്ല, കേട്ടോ. ഹല്ലേലൂയ. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ആരുടെയും ചോദിച്ചു കാണും, എനിക്ക് ദേവാലയത്തിൽ വരാൻ അനുവാദമില്ല, എനിക്ക് ദൈവത്തോട് അടുത്ത് വരാൻ അനുവാദമില്ല, ഞാനൊരു ഷണ്ണനാണ്. പക്ഷേ എന്നെപ്പറ്റി എന്തെങ്കിലും പ്രത്യാശ പറയുന്ന വാക്യങ്ങൾ ഏതെങ്കിലും ഈ തോറായിലുണ്ടോ? ഏതെങ്കിലും സങ്കീർത്തനത്തിനകത്തുണ്ടോ? ഏതെങ്കിലും ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ടോ? വേദപുസ്തകം അറിയാവുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്തു കാണും. എവിടെ? യെശയ്യാവിൻ്റെ പുസ്തകം 56-3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നമ്മൾ വായിക്കാം. അവൻ വായിച്ചു, യഹോവയോട് ചേർന്നുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തു എന്ന് പറയരുത്. നെഗറ്റീവായിട്ട് സംസാരിക്കരുത്, കേട്ടോ. നിങ്ങൾ നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. എനിക്ക് ഗുണം വരത്തില്ല, എൻ്റെ സഭ വലുതാവത്തില്ല, എൻ്റെ മക്കൾക്ക് നന്മയുണ്ടാവത്തില്ല, എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടത്തില്ല, എൻ്റെ ഭാര്യ എന്നും ഇങ്ങനെ അലച്ചുകൊണ്ട് നടക്കും, എന്നെ കുറ്റം പറയത്തേ ഉള്ളൂ എന്ന് പറയരുത്, പറയരുത്, പറയരുത്. ഹല്ലേലൂയ. എൻ്റെ ശബത്ത് ആചരിക്കുകയും എന്ന് പറഞ്ഞാൽ ആരാധിക്കുകയും, എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും, എൻ്റെ നിയമം പ്രമാണിക്കുകയും എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയെ ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകത്തിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും, ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമവും കൊടുക്കും. ഹല്ലേലൂയ. പോസിറ്റീവായിട്ടുള്ള കാര്യം ഏതോ ഒരു റാബി കാണിച്ചു കൊടുത്തു. ശരിയാണ് നീ പറഞ്ഞത്, നിനക്ക് മോശമായിട്ട് എഴുതിയിരിക്കുന്നത്, നീ ദൈവാലയത്തിൽ വരാൻ പാടില്ല, ദൈവത്തോട് എടുക്കാൻ പാടില്ല, പക്ഷേ ഇവിടെ നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. 7-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും, അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ആരായിരുന്നാലും പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ഏറ്റവും മഹാപാപം തുടരെയായിട്ട് ചെയ്തതായിരിക്കാം, പച്ചവെള്ളം പോലെ മോന്തി കുടിച്ചിരുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആരോടും പറയാനൊക്കാത്തതുപോലെ ആയിരിക്കാം, പക്ഷേ അതിനൊക്കെ പ്രത്യാശയ്ക്കുള്ള വചനം ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. ആവർത്തനം 23-1 പറഞ്ഞാണ്, ഷണ്ണൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. തോറ പറയുന്നു. റബിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാണും. ഹല്ലേലൂയ. അവൻ എന്തുകൊണ്ട്? അതുകൊണ്ട് വാങ്ങിച്ചു, എനിക്കത് കൂടുതൽ പഠിക്കണം, എനിക്ക് നന്മയായിട്ടുള്ള കാര്യം. നിനക്ക് നന്മയായിട്ടുള്ള കാര്യമാണെങ്കിൽ വേദപുസ്തകം പഠിക്കണം. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചു.
ഒരാൾക്കൊരു വീട് കിട്ടുമെന്നുള്ള 5 വാക്യം ഡയറക്റ്റായിട്ട് പറയും. ചോദിപ്പിൻ ലഭിക്കുമെന്നുള്ളതല്ല, അല്ലാതെ നിനക്ക് ഭവനം കിട്ടുമെന്ന് 5 വാക്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ചട്ടുമെന്ന് പറഞ്ഞു ആ വാക്യം ഒന്ന് പറയാം, മനസ്സില്ല. വേദപുസ്തകം വാങ്ങിച്ചാട്ടെ, വായിച്ചാട്ടെ, കണ്ടുപിടിച്ചാട്ടെ. ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഫോണിനകത്തുണ്ട്. കണ്ടുപിടിച്ചാട്ടെ, അത് വാക്യം എടുത്താട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടുപിടിക്കണം, പറയണം. ഹല്ലേലൂയ. അവൻ ഒന്ന് മുതൽ വായിച്ചു പോവുകയാണ്. അവൻ രഥത്തിനകത്ത് ഇരിക്കുകയാണ്, രഥത്തിനകത്ത് ഇരുന്നുകൊണ്ട് വായിക്കുകയാണ്. രഥത്തിനകത്ത് ഇരുന്ന് വായിക്കാനൊക്കെ. അപ്പം ഓടിക്കുന്നവരുടെയൊക്കെ പറഞ്ഞു അവൻ ആരാണ്? അവരുടെ ധനകാര്യ മന്ത്രിയാണ്. അവൻ പറഞ്ഞാണ് പതുക്കെ വിട്ടാട്ടെ, എനിക്കിതൂടെ വായിച്ചു പോകണം. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 1 മുതൽ വായിച്ചു കാണാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചു കാണാം. യെശയ്യാവ് 53 വരെ വായിച്ചു കാണാം. തക്ക സമയത്ത് തക്ക ഭാഗത്ത് വന്നപ്പോൾ തക്ക സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവനേക്കാൾ തക്കതായിട്ടുള്ളൊരു സുവിശേഷകനെ ദൈവം അയച്ചു കൊടുത്തു. ഒന്നുകൂടെ പറയണം. തക്ക സമയത്ത് തക്ക ഭാഗത്ത് വന്നപ്പോൾ തക്ക സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവനോട് സുവിശേഷം പറയുവാൻ തക്കതായിട്ടുള്ളൊരു സുവിശേഷകനെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. നിൻ്റെ എല്ലാം ജീവിതത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പറയുന്ന പോലെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്ത് ആദിയിൽ ദൈവം ഉണ്ടായിരിക്കണം. അവൻ ആരാധിക്കാൻ പോയി, അവൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കാണും, രാജ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വാങ്ങിച്ചു കാണും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ദൈവത്തെ അറിയണം, എനിക്ക് പ്രത്യാശയുള്ള കാര്യങ്ങൾ അറിയണം. ഞാനൊരു ഷണ്ടനായിപ്പോയി, പക്ഷേ ഞാൻ ഈ നിലയിൽ ആയിരിക്കുവാൻ വിസമ്മതിക്കുന്നു. നീ ആയിരിക്കുന്ന നിലയിലായിരിക്കുവാൻ വിസമ്മതിക്കുക. ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്ത് ചെല്ലുക. നിനക്ക് പ്രസംഗിക്കാൻ കഴിവില്ലായിരിക്കാം, നിനക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കഴിവില്ലായിരിക്കാം. നിനക്ക് ചെയ്യാവുന്ന ഒരു ജോലി ഏറ്റവും നല്ലതുപോലെ ചെയ്യുക. എത്രമാത്രം ജോലി ചെയ്യുന്നുള്ളതല്ല പ്രശ്നം, ചെയ്യാവുന്ന ജോലി ഏറ്റവും നല്ലതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. 8 കാര്യങ്ങൾ നിൻ്റെ യാത്രയുടെ ആദികൾ. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, കേൾക്കാമെന്ന്. 1, നിൻ്റെ ദിവസത്തിൻ്റെ ആദിയിൽ ദൈവം. 2, നിൻ്റെ സന്ധ്യയുടെ ആദിയിൽ ദൈവം. 3, ആദിയിൽ ദൈവം എന്ന് പറഞ്ഞൊരു പ്രസംഗം എൻ്റെ യൂട്യൂബിൽ കേൾക്കൊണ്ട് കേൾക്കണം. ദിവസത്തിൻ്റെ ആദിയിൽ ദൈവം, സന്ധ്യയുടെ ആദിയിൽ ദൈവം, രാത്രിയുടെ ആദിയിൽ ദൈവം, നിൻ്റെ വരുമാനത്തിൻ്റെ ആദിയിൽ ദൈവം, നിൻ്റെ മക്കളുടെ ആദിയിൽ ദൈവം. ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് കൊടുക്കണം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, പോട്ടെ. ഹല്ലേലൂയ. ആകെ 2 ഉള്ളൂ, ഞാൻ എന്തോ കൊടുക്കും? 1 കൊടുക്കണമെന്നാണ് പറഞ്ഞ്. 1 ഉള്ളത് അതിനെ കൊടുക്കണമെന്നാണ് പറഞ്ഞ്. ദൈവത്തിന് ഒരൊറ്റ മോനേ ഉള്ളായിരുന്നു. അവനെ ഭൂമിയിലേക്ക് മിഷണറിയായിട്ട് അയച്ചെങ്കിൽ നിനക്ക് 1 ഉള്ളെങ്കിലും അയക്കണം. ഹല്ലേലൂയ. 8-ാമത്തെ കാര്യം, നിൻ്റെ യാത്രയുടെ ആദിയിൽ ദൈവം. അവനും അതാ ചെയ്തത്, അവൻ്റെ യാത്രയുടെ ആദികൾ. അവിടെ നിന്ന് വേദപുസ്തകം വായിക്കുകയായിരുന്നു. ഞാനും ദൈവത്തെ വായിക്കണം. അവൻ പറഞ്ഞു 30-31 വാക്യം ഞാൻ വായിക്കാം. 30-31. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ അവൻ ഓടി, മരുഭൂമി കൂടെ ഓടി. ഓടണം, ഞാനിന്ന് ഓടണം, അടുത്ത വീട്ടിലോട്ട് ഓടണം, അടുത്ത ആശുപത്രിയിലോട്ട് ഓടണം, അടുത്ത ജയിലുണ്ടെങ്കിൽ അവിടെ ഓടണം. എവിടെയൊക്കെ വെക്കുമോ അവിടെ എല്ലാം ഓടിച്ചെന്ന് സുവിശേഷം പറയുന്നവരായി തീരണം. അവൻ ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് ഇടിക്കണം എന്ന് അപേക്ഷിച്ചു. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? ഓടുന്നവനെ രഥത്തിൽ കയറ്റുന്നവനാണ് എൻ്റെ ദൈവം. അനുസരിച്ച് മരുഭൂമിയിലേക്ക് പോകുന്നവനെ രഥത്തിൽ കയറ്റുന്നവനാണ് ദൈവം. ആദ്യകാലത്ത് കഷ്ടപ്പെട്ടെന്ന് വരാം, അല്ലേ? ഹല്ലേലൂയ. ഏലിയാവ് അങ്ങനെയായിരുന്നു. ഏലിയാവ് ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ കാക്കയെ ആഹാരം കൊടുത്തേ, അത് കഴിഞ്ഞപ്പോൾ വിധവ ആഹാരം കൊടുത്തു. കാക്കയിൽ നിന്ന് വിധവ, അത് കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിനക്കും പ്രൊമോഷൻ തരും. നീ ആയിരിക്കുന്ന നിലയിലായിരിക്കത്തില്ല എന്ന് ഒരുപോലെ കർത്താവിനോട് നീ ചേർന്ന് നടക്കാമെങ്കിൽ ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഇയാൾ ആരാണ്? ഇയാൾ വലിയ മന്ത്രിയാണ്, അവിടുത്തെ റാണിയുടെ മന്ത്രിയാണ്. ഇയാൾ ആരാണ്? ഇയാൾ ഒരു ഉപദേശിയാണ്. നല്ല ചെരുപ്പ് പോലും കാണത്തില്ല, നല്ല ഡ്രസ്സ് പോലും കാണത്തില്ല. പക്ഷേ എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ കയറി ഇരുന്നാട്ട്. നിങ്ങൾ കളക്ടറാകാം, നിങ്ങളൊരു മന്ത്രിയാകാം, നിങ്ങളൊരു MLA ആകാം, നിങ്ങൾ തോട്ടമുടമയായിരിക്കാം, നിങ്ങൾ ഫാക്ടറി ഉടമസ്ഥനായിരിക്കാം. പക്ഷേ ഓർത്തുകൊള്ളുക, നിൻ്റെ വീട്ടിൽ വരുന്നതായിട്ടുള്ള നല്ല വസ്ത്രമില്ലാത്ത, നല്ല ചെരുപ്പില്ലാത്ത ഉപദേശി നിന്നേക്കാൾ വലിയവനാണ്. അതെ, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങളായിരിക്കും അദ്ദേഹത്തിന് എല്ലാ മാസവും 3000 രൂപ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5000 രൂപ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലേ? ഹല്ലേലൂയ. പക്ഷേ നീ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയുകയാണ്, ഹല്ലേലൂയ, നീ റെസ്പെക്റ്റോടുകൂടെ സംസാരിക്കണം. കാരണം ഈസ് ആൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. അവൻ ദൈവത്തിൻ്റെ അംബാസഡറാണ്. അത് ഓർത്ത് വേണം നീ സംസാരിക്കാൻ. നീ കളക്ടറാകാം, നിങ്ങൾ കളക്ടറാകാം, തോട്ടമുടമയാകാം. നിങ്ങൾ അദ്ദേഹത്തെ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ ആദരവോട്, അദ്ദേഹം ദൈവത്തിൻ്റെ അംബാസഡറാണെന്ന് മനസ്സിലാക്കി. ഞാൻ ഇവിടെ ഡൽഹിയിൽ വന്ന കാലത്ത് എൻ്റെ കൂടെ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയ ഒരു പാവപ്പെട്ട സുവിശേഷ വിലക്കാരനുണ്ട്. പാവപ്പെട്ടൊന്നുമല്ല, എങ്കിലും വളരെ ഹമ്പിൾ.
അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഒരു പെട്ടി നിറച്ച് പുസ്തകം കൊണ്ട് നടക്കുക, പോകുന്നിടത്ത് എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞിട്ട് ആൾ വിൽക്കുക. അപ്പം മാസത്തിലൊരിക്കൽ എന്നെ കാണാൻ വരും, ഞാൻ എന്തെങ്കിലുമൊക്കെ പുസ്തകം വാങ്ങി. ഒരിക്കൽ അദ്ദേഹം വന്ന് നല്ല ചൂട് കാലത്താണ്, സൈക്കിൾ വെളിയിൽ കൊണ്ട് നിർത്തി 4-5 പുതിയ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. എൻ്റെ അടുക്കളോട്ട് വന്നു വെച്ച് എൻ്റെയൊക്കെ പറഞ്ഞു, എനിക്കൊരു കുപ്പി വെള്ളം താ. ഞാൻ പോയി കൊണ്ട് കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. ഇപ്പോൾ വേലക്കാരും ഞാനില്ലും കൂടെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അന്നൊരു വേലക്കാരി ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. അദ്ദേഹത്തിൻ്റെ കാല് കഴുകാൻ, കാലൊന്നും കഴുകിയില്ല ഞാൻ, പക്ഷേ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുക്കാം. ഞാൻ അവിടെ മാറിയിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാനുള്ള ഭാഗ്യമായി. നിൻ്റെ വീട്ടിൽ വരുന്ന സുവിശേഷ വേലക്കാരൻ പാവപ്പെട്ടവനായിരിക്കാം, പഠിത്തമില്ലാത്തവനായിരിക്കാം, കറുത്തവനായിരിക്കാം, ചുമന്നവനായിരിക്കാം, വെളുത്തവനായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈസ് എൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ഡിണ്ടിഗൽ എന്ന് പറഞ്ഞൊരു സ്ഥലം തമിഴ്നാട്ടിലുണ്ട്. അവിടുത്തെ ബിഷപ്പ്, നിങ്ങൾക്ക് വെബ് പേജിനകത്ത് പോയി കാണാം, ബിഷപ്പ് അസറിയ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാൽ വായിച്ചേ? പത്താംകോട്ട് വെച്ച്, കട്രായിലായിരിക്കുമ്പോഴാണ് വായിച്ചത്. ബിഷപ്പ് അസറിയ വായിക്കാം അദ്ദേഹത്തിനകത്ത്. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലോട്ട് വെച്ച് ആദ്യത്തെ ബിഷപ്പാണ്, തമിഴ്നാട്ടിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ ചർച്ചിലെ ബിഷപ്പാണ്. കേസ് കൊടുത്തിട്ട് അദ്ദേഹം ബിഷപ്പായ. സാഹിബ്മാർ കൊടുക്കത്തില്ലായിരുന്നു, അവർക്ക് വേദവസ്തു പറഞ്ഞില്ല. കോർട്ട് പറഞ്ഞ് അയക്കും വേദവസ്തു പറയാൻ, നിങ്ങൾക്ക് അറിയാം എന്താ വ്യത്യാസം, കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ബിഷപ്പാക്കി. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. മുണ്ട് കൊടുത്ത്, ഷർട്ടിട്ടിട്ട്, ഷർട്ടിൻ്റെ പുറത്തൂടെ മുണ്ട് കൊടുത്ത്, ടൈയും കെട്ടി, ഷർട്ടും ടൈയും കൂടെ കെട്ടി, മുണ്ടിൻ്റെ കൂടെ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ നടക്കും, കേരളത്തിൽ നടക്കുമായിരുന്നു കേട്ടോ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നു, പ്രസംഗിക്കാൻ നിന്നു. എല്ലാവരും ഇരിക്കുക, അയാൾ രൂപ ചോദിക്കാൻ വന്നിരിക്കുക. ചർച്ച പണിയാൻ രൂപ വേണം, ഞങ്ങൾക്ക് അനാഥശാല വേണം എന്നൊക്കെ പറയാൻ രൂപ ചോദിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് സിംഹത്തെപ്പോലെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ഗീവ് മീ മണി, ഗിവ് അസ് റെസ്പെക്റ്റ്. എല്ലാ സാഹിബ്മാരും കുലുങ്ങിപ്പോയി. ഹല്ലേലൂയ. ആരാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്ന പാവപ്പെട്ട ഉപദേശി എന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളെക്കാൾ വലിയവനാണ്. 34-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വല്ലപ്പോഴുമൊക്കെ സത്യം പറയും ഞാൻ. ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും, മരിക്കുന്നത് വരെ പറയും. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നത്, എന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നിനക്കറിയാൻ വയ്യാതെ ചോദിക്കണം. അറിയാവുന്ന ദൈവദാസന്മാരുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്തെല്ലാം ടെലിഫോണിനകത്ത് കിട്ടും. എല്ലാം ടെലിഫോണിനകത്ത് കിട്ടണമെന്നില്ല, ടെലിഫോണിനകത്തില്ലാത്ത ഒരു ചോദ്യം ഞാൻ 34 വർഷം ചോദിച്ചുകൊണ്ട് നടക്കും. പലരോടും ചോദിച്ചു, എനിക്ക് ശരിയായിട്ടുള്ള മറുപടി കിട്ടിയില്ല. എന്നെ ഒരു ദൈവദാസൻ ഗെറ്റ് ഔട്ട് അടിച്ചു. അദ്ദേഹം വിചാരിച്ചത് ഞാൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ചെന്നതാണ്. അല്ലേ? എന്തിനാണ്? യേശു പറഞ്ഞു, വാളില്ലാത്തവൻ വസ്ത്രം വിറ്റിട്ട് വാളെടുത്താട്ടെ. ഞാൻ ചോദിച്ചു, എൻ്റെ ഗെറ്റ് അടിച്ചു, ഞാൻ വാളും കൊണ്ട് നടക്കുമല്ലോ, ഇറങ്ങോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. നിനക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, അറിഞ്ഞുകൂടാത്തവൻ ചോദിക്കണം. 35-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇദ്ദേഹം ആരാണ്? പാസ്റ്ററൊന്നുമല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചൊന്നുമല്ല, യേശുവിൻ്റെ കൂടെ നടന്നൊന്നുമല്ല. അദ്ദേഹം ഒരു മൂപ്പനാണ്. മൂപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശമേൽ ആഹാരം കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ അവന് വേദവസ്തു അറിയാമായിരുന്നു. നിങ്ങൾ ആരായിരുന്നാലും അവന് പഴയ നിയമവും പുതിയ നിയമവും അറിയാമായിരുന്നു. യേശുവിനെ പ്രസംഗിക്കണം, പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചു, പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചു, രക്ഷയെപ്പറ്റി പറഞ്ഞു, സ്നാനത്തെപ്പറ്റി പറഞ്ഞു. ഹല്ലേലൂയ. ഞാനും നീയും അറിയാവുന്നത് പറയണം. കൂടുതൽ പഠിക്കുവാൻ ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. 36-ാമത്തെ വാക്യം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ പറഞ്ഞല്ലോ രക്ഷയെ പറ്റി, നീ പറഞ്ഞല്ലോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. നീ പറഞ്ഞല്ലോ സ്നാനപ്പെടണമെന്ന്, ഇതവിടെ വെള്ളമുണ്ട്, സ്നാനപ്പെടാൻ എന്താണ് തടസ്സം? നിൻ്റെ മനസ്സേ ഉള്ളു തടസ്സം കേട്ടോ. സ്നാനപ്പെടുത്താൻ എത്രയോ ആളുകളുണ്ട്, നിൻ്റെ മനസ്സേ ഉള്ളു തടസ്സം. 37-ാമത്തെ വാക്യം. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നതാകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുരുഷനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആണോ? ആണെങ്കിൽ നിന്നെ സ്നാനപ്പെടുത്താൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ സമയത്ത് വേണമെങ്കിൽ എന്താ പറയുന്നത്? 37-ാമത്തെ വാക്യം. അവന് എന്താ ലക്ഷ്യം? എനിക്ക് റാണിയുടെയൊക്കെ ചെന്ന് കഴിയുമ്പം റാണി എനിക്കൊരു അവാർഡ് തരണം. ഇതൊന്നുമല്ല ആവശ്യം. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അതായിരിക്കണം എൻ്റെയും നിൻ്റെയും സാക്ഷ്യം. യാക്കോബക്കാരെ, നിങ്ങളുടെ സാക്ഷ്യം അതായിരിക്കണം. കത്തോലിക്കരെ, നിങ്ങളുടെ സാക്ഷ്യം അതായിരിക്കണം. ഒന്നുകൂടെ ഞാൻ വായിക്കുമ്പോൾ 37. യേശുക്രിസ്തു ദൈവപുരുഷനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനാണ് ദൈവപുത്രൻ, അവനാണ് പാപികളുടെ രക്ഷിതാവ്, അവൻ മാത്രമേ ഉള്ളൂ ഏകവഴി. ഹല്ലേലൂയ. അത് നിങ്ങൾ വിശ്വസിക്കണം. ആ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ഹല്ലേലൂയ. 38-ാമത്തെ വാക്യം. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ഈ ഷണ്ണൻ മാത്രമേ സ്നാനപ്പെട്ടുള്ളൂ.
എനിക്കങ്ങനെ തോന്നുന്നില്ല, വേദപുസ്തകത്തിൽ കാണുന്നില്ല. എൻ്റെ വിചാരം കൂടെ വന്ന പട്ടാളക്കാരിൽ അവരെല്ലാവരും അന്നത്തെ കാലത്ത് വേർ ദ ഹെഡ് ഗോസ് ദെയർ ദ ടെയിൽ ഫോളോസ്. എവിടെയാണോ യജമാനൻ പോകുന്ന കൂടെയുള്ളവരും പോകും. അവരെല്ലാവരും സ്നാനപ്പെട്ട് കാണും. ഹല്ലേലൂയ. അവൻ സ്നാനപ്പെട്ടു. 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസ് തന്നെ പിന്നെ അസ്തോദിലെത്തിയതായി താൻ മനസ്സിലാക്കി. അവൻ കണ്ടതാണ്. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസേരിയയിൽ എത്തി. ഹല്ലേലൂയ. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്, ഫിലിപ്പ് വാസ് സ്നാച്ച്ഡ് അവേ. അവനെ എങ്ങനെയാണ് ഒരു പരുന്ത് വന്ന് ഒരു കോഴിക്കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോകുന്നത്, അതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ അവനെ കൊണ്ടുപോയി. ആദ്യം മരുഭൂമിയിലേക്ക് പോയവൻ, രണ്ടാമത് രഥത്തിൻ്റെ കൂടെ ഓടി. രഥം പതുക്കിയാ പോയെങ്കിലും അതിൻ്റെ കൂടെ ഓടിയത് കഷ്ടപ്പാടായിരുന്നു. രഥത്തിനകത്ത് ഇരുന്നവൻ ഇന്ന് ദൈവദൂതൻ്റെ ചിറകിനകത്താണ്. അവൻ്റെ നനഞ്ഞ തുണി ഉണങ്ങി അല്ലേ? നനഞ്ഞ തുണിയാട്ടിലേക്ക് കയറുന്നു. വേറെ സെക്കൻഡ് തുണിയൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാണ് കേട്ടോ. അവനെ പൊക്കിക്കൊണ്ട് പോയി. ഏലിയാവിൻ്റെയും കഥ അങ്ങനെയാണല്ലോ അല്ലേ? കാക്ക ആഹാരം കൊടുത്തു, അവസാനം ദൈവദൂതൻ ആഹാരം കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഷണ്ണനോട് അവൻ പറഞ്ഞില്ല, അഡ്രസ്സും ഞാൻ എന്നിട്ട് പോകാം, സ്തോത്രകാഴ്ച തരാമോ, സ്നാനപ്പെടുത്തിയാണ്, വെറുതെ അല്ലല്ലോ, ദശാംശം തരണം, ഇതൊന്നും പറഞ്ഞില്ല. അവൻ്റെ അഡ്രസ്സ് ചോദിച്ചില്ല, അഡ്രസ്സ് കൊടുത്തുമില്ല. ഹല്ലേലൂയ. ഞാൻ നയമാൻ്റെ കഥ ഓർക്കുകയാണ് കേട്ടോ. നയമാൻ്റെ അടുക്കൽ ഒരുത്തൻ ചെന്നു, ഗേഹാസി ഓഫറിങ് വാങ്ങിച്ചു. ഹല്ലേലൂയ. അവൻ കാണിച്ച അബദ്ധം ഞാനും നീയും കാണിക്കരുത്. ആരെങ്കിലും ഓഫർ ചെയ്യുന്നാൽ സ്തോത്രം, ഓഫറിങ് തരാതിരുന്നാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല, പിടിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് വാങ്ങിക്കാനായിട്ട് ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ ആരുടെയും അഡ്രസ്സ് വാങ്ങിക്കാൻ നോക്കത്തില്ല. വാങ്ങിച്ചാൽ എൻ്റെ മാസയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. എന്തുകൊണ്ടൊന്നും ഞാൻ അവരുടെ ആരുടെയും ഫോൺ നമ്പർ എൻ്റെ ഫോൺ ഇതിനകത്ത് കയറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം എനിക്ക് പൈസ തരുന്നത് ദൈവമാണ്, മനുഷ്യരാരുമല്ല. മനുഷ്യരിലൂടെയാണ് തരുന്നത്, പക്ഷേ എൻ്റെ ദൈവമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. നിൻ്റെ വീട്ടിൽ വരുന്ന വരുമാനം, വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ന്യായാധിപൻ മനുഷ്യരോട് അവരുടെ കടുക്കൻ വാങ്ങിച്ചു, ചോദിച്ചു വാങ്ങിച്ചതവന് കണിയായി. ഞാനും നീയും ചോദിച്ചു വാങ്ങിക്കുന്നത് കണിയായി തീരും. എനിക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഞാനിപ്പോഴും അഹങ്കാരം പറയുകയല്ല. ഒരു കൺവെൻഷൻ നിൽക്കുകയാണ്, ഞാൻ പുറകിൽ നിൽക്കുകയാണ്. ജോൺ ഓസ്റ്റിൻ്റെ കൺവെൻഷനാണ്. ഞാൻ പ്രസംഗിച്ചും വെച്ച് വന്ന് നിൽക്കുകയാണ്. ഞാൻ പുറകിൽ പോയി ഒരു 5-8-10 ലൈനിന് പുറകിൽ നിൽക്കുകയാണ്. ജോൺ ഓസ്റ്റിൻ ഒരു ദൈവദാസനെ പറഞ്ഞയച്ചു. ആ ദൈവദാസൻ ഇപ്പോഴും ഉണ്ട്. PG വർഗീസിൻ്റെ ഒക്കെ പോയി ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ്. അദ്ദേഹം വന്ന് എൻ്റെ ഒക്കെ ചോദിച്ചു, എന്താ വർഗീസിൻ്റെ ആവശ്യം? ഞാൻ പറഞ്ഞു, എനിക്ക് 2000 ആത്മാക്കൾ വേണം, അതാണ് എൻ്റെ ആവശ്യം. അദ്ദേഹം ജോണോസ്റ്റിൻ്റെ ഒക്കെ പറഞ്ഞു. ജോണോസ്റ്റിൻ പറഞ്ഞു, വീണ്ടും പോയി ചോദിച്ചാട്ടെ PG വർഗീസിന് എന്താണ് ആവശ്യം, വണ്ടി, മോട്ടോർ സൈക്കിൾ, എന്താണ് ആവശ്യം ചോദിച്ചാട്ടെ. ഞാൻ പറയാൻ വിസമ്മതിച്ചു. ഹല്ലേലൂയ. ചോദിക്കുന്നത് തെറ്റാണ്. നമ്മളോടൊക്കെ ചോദിക്കാൻ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ചോദിച്ചത് ആത്മാക്കളെയാണ്. ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലും ഒക്കെ അദ്ദേഹം എനിക്ക് തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ അബദ്ധം കാണിക്കരുത് കേട്ടോ. ഒരു പുതിയ വിശ്വാസിയാണ്. അവൻ സന്തോഷത്തോടെ അവൻ്റെ വീട്ടിൽ പോയി. എന്താ കാര്യം? യേശുവിനെ ധരിക്കുവാനുള്ള സ്നാനമേറ്റതിനാൽ, യേശുവിൻ്റെ ശിഷ്യനായതിനാൽ. ഒരിക്കൽ ഒരു സഹോദരി ഉദംപൂരിൽ വന്ന് പാസ്റ്റർ PM തോമസിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ആ സഹോദരി അത് കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് കട്രായിൽ വന്നു. ഞാൻ ആ സഹോദരിയൊക്കെ ചോദിച്ചു, സഹോദരി സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ട്? ആ സഹോദരി എന്തൊക്കെ പറഞ്ഞു, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി കിടക്കുകയായിരുന്നു. ക്രിസ്തുവിനെ ധരിക്കുവാനുള്ള സ്നാനമേറ്റതിൻ്റെ സന്തോഷം. നാലാമത്തെ കാര്യം, ഒരു ആളെ സ്നാനപ്പെട്ടുള്ളൂ. എത്യോപ്യയിലെ ഒരു മന്ത്രി മാത്രം, ഒരൊറ്റ മനുഷ്യൻ മാത്രമേ സ്നാനപ്പെട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് പറ്റിയെന്നറിയാമോ? സാവധാനത്തിൽ എത്യോപ്യ മുഴുവൻ ഒരു ക്രിസ്തീയ രാജ്യമായിട്ട് മാറി. ഒരൊറ്റ മനുഷ്യൻ. ഇന്നത്തെ എൻ്റെ വിഷയം, ദൈവത്തിന് ഒരു മനുഷ്യനെ മതി. ദൈവത്തിന് നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മതി. സഹോദരി, ദൈവത്തിന് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം മതി. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ നാട്ടിൽ, നിൻ്റെ സഭയിൽ, നിൻ്റെ ദേശത്ത് ഒരു ഉണർവ് കൊണ്ടുവരുവാൻ ഒരു വലിയ കൂട്ടം നിൻ്റെ വരുവാൻ. അതുകൊണ്ട് നമുക്ക് ഉണരാം. മറ്റുള്ളവരോട് നമുക്ക് സുവിശേഷം പറയാം. മറ്റുള്ളവരോട് സുവിശേഷം, നമ്മുടെ അയൽക്കാരോട് സുവിശേഷം, അടുത്ത ഗ്രാമത്തിൽ സുവിശേഷം, അടുത്ത ദേശത്ത് സുവിശേഷം നമുക്ക് പോകാം. ഹല്ലേലൂയ. നമ്മുടെ ദേശം നമുക്ക് ഇവാഞ്ചലിസ് ചെയ്യാം. വിദേശത്ത് നിന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ. ഇംഗ്ലണ്ടിലുള്ളവരോട് പറയുകയാണ്, അമേരിക്കയിലുള്ളവർ പറയുകയാണ്, സ്വീഡനിലുള്ളവർ പറയുകയാണ്, ന്യൂസിലൻഡിലോട്ട് പറയുകയാണ്, ആസ്ട്രേലിയയിലുള്ളവർ പറയുകയാണ്, ബീഹാറിലുള്ളവർ പറയുകയാണ്, ആസാമിലുള്ളവരൊക്കെ പറയുകയാണ്, ഉത്തരാഖണ്ഡിലുള്ളവരൊക്കെ പറയുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്
ഒറ്റയ്ക്കായിരിക്കാൻ വിസമ്മതിക്കുക. നിങ്ങൾക്കൊരു ചുമതലയുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള പള്ളികൾ, ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലുള്ളവരേക്കാണ്, നിങ്ങളുടെ അടുത്തുള്ള പള്ളികളിൽ ചെന്നിട്ട് പറഞ്ഞാട്ടെ, ഈ പള്ളി അടഞ്ഞു കിടക്കുകയാണല്ലോ, 3-4 പേരേ ഉള്ളല്ലോ, ഞങ്ങളോട് വരട്ടെ, നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ നേടുവാൻ ശ്രമിക്കുക. വെറുതെ 4 പേര് ഇരുന്നുകൊണ്ട് കൈ അടിച്ചുകൊണ്ട് എന്ന് വരും, എപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല. അവൻ വരുന്ന നാളിൽ പറന്നു പോകാം. അല്ല, നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ് ദൈവം. ദൈവത്തിന് ഒരു മനുഷ്യൻ മതി, ഒരു സ്ത്രീ മതി. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന പലരും ഉണ്ട് കേട്ടോ, ഇംഗ്ലണ്ടിൽ പോയിട്ട് വലിയ സഭകൾ ഉണ്ടാക്കിയിട്ടുള്ളവർ. ഒരു സഭയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സായിപ്പ് വന്നു പറഞ്ഞു, അദ്ദേഹമായിരുന്നു പാസ്റ്റർ. അദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞു, അവിടെ കുഷൻ ഇട്ടിട്ടുണ്ട്. ആ കുഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 2-3 പേർ എവിടെയെങ്കിലും കൂടി വന്നാൽ ഞാൻ എൻ്റെ മധ്യത്തിലുണ്ട്. ആ പാസ്റ്റർ എൻ്റെ ഒക്കെ പറഞ്ഞു, സായിപ്പ് എൻ്റെ ഒക്കെ പറഞ്ഞു, 2-3 പേര് കൂടി വരുമ്പോഴേ യേശു വരത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സഭയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ മലയാളികളെല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ സായിപ്പ്മാർ പലരായി. കാനഡയിലുണ്ട്, വേറെ പലയിടത്തുമുണ്ട്. ഹല്ലേലൂയ. കേരളത്തിൽ തൊളിക്കോട്, പുനലൂർ ഒരു തൊളിക്കോട് സ്ഥലമുണ്ട്. അന്ന് പുനലൂരിൽ ഒരൊറ്റ മർത്തോമ പള്ളിയുള്ളൂ, തൊളിക്കോടായിരുന്നു. യാക്കോബ് പള്ളി ഒരെണ്ണമേ ഉള്ളൂ, വാളക്കോട്ടായിരുന്നു. ഓരോ പള്ളികളേ ഉള്ളൂ, CSI ഒരു കത്തോലിക്ക പള്ളി, അത്ര ഓരോന്നേ ഉള്ളൂ. അവിടുത്തെ പള്ളിയിലെ ഉമ്മനച്ചൻ, KG ഉമ്മനച്ചൻ കശിഷ, അദ്ദേഹം 22 സഭകൾ സ്ഥാപിച്ചു. ഒരു മർത്തോമായിലെ പട്ടക്കാരൻ 22 സഭകൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചേറെ പേർക്ക് ഞാൻ വിതരണം ചെയ്തായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ പോയി കാണുന്നത് നല്ലതായിരിക്കും വായിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു കുരുവിള ടീച്ചർ, ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം പോയിടത്തൊക്കെ കൊളത്തൂപ്പുഴ ഉൾപ്പെടെ, ഞങ്ങളുടെ വീട്ടിലാണ് കുറച്ച് നാൾ വാടകയ്ക്ക് താമസിച്ച പുനലൂരുള്ള തൊളിക്കോടുള്ള സ്ഥലത്ത്, അദ്ദേഹം പോയിടത്തെല്ലാം ഒരു സഭ സ്ഥാപിച്ചു. ഒരു ടീച്ചർ പോയിടത്തൊക്കെ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിൽ ഒരു 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 സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, AGയിലെ M. തോമസ്. അദ്ദേഹം അവിടുത്തെ സയൻറ്റിസ്റ്റായിരുന്നു, ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹം 10-22 സഭകൾ സ്ഥാപിച്ചു. മഹാരാഷ്ട്ര വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റാൻ ആർക്കും തടയണം ഉണ്ടായില്ല. കാരണം ഒരൊറ്റ മനുഷ്യൻ, ഒരു സയൻറ്റിസ്റ്റായ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ ഒരു മനുഷ്യൻ, അദ്ദേഹം 22-ലധികം സഭകൾ സ്ഥാപിച്ചു. ചമ്പൂരെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ സഭ അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു മാസികയ്ക്കകത്ത്, നമ്മുടെ മാസികയല്ല അത് കേട്ടോ, ഇന്ത്യ ടുഡേ, അതിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നു. ഒരു കത്തോലിക്കൻ, അരുണാചൽ പ്രദേശിലെ ഒരു കത്തോലിക്കൻ 50,000 പേരെ കത്തോലിക്കനാക്കി മാറ്റി, അക്രൈസ്തവായിട്ടുള്ളത്. നിങ്ങൾക്കൊരാൾ വിചാരിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ബീഹാറിൽ ചെയ്യുവാൻ കഴിയും കേട്ടോ, അരുണാചൽ പ്രദേശിൽ ചെയ്യുവാൻ കഴിയും കേട്ടോ, ഉത്തരാഖണ്ഡിൽ ചെയ്യുവാൻ കഴിയും കേട്ടോ, ഇംഗ്ലണ്ടിൽ ചെയ്യുവാൻ കഴിയും കേട്ടോ, സ്വീഡനിൽ ചെയ്യുവാൻ കഴിയും കേട്ടോ, ഹോളണ്ടിൽ ചെയ്യുവാൻ കഴിയും. ദൈവം നിങ്ങളെ എവിടെയാക്കി വെച്ചിരിക്കുന്നുവോ അവിടെ ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ദൈവത്തിന് ഒരു മനുഷ്യനെ മതി, ദൈവത്തിന് ഒരു സ്ത്രീയെ മതി. അത് നിങ്ങളായിരിക്കട്ടെ. കർത്താവിനോട് ചേർന്നിട്ട് വലിയൊരു വിപ്ലവം ഉണ്ടാക്കുവാൻ, ആ ദേശത്തെ ഇളക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആര് പറയും, വർഗീശ്വരരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, എനിക്കും അങ്ങനെ ഒരു വ്യക്തനായി തരണം, എനിക്ക് അങ്ങനെ ഒരു പുരുഷനായി തീരണം, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയായി തീരണം, എനിക്ക് എന്തെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, വർഗീശ്വരരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആര് പറയും, വർഗീശ്വരരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലയിൽ കൈവിച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, ആരാണോ ആ ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ, ആരാണോ അങ്ങനെയുള്ള ഒരു സ്ത്രീയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീ, ആ സഹോദരി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇംഗ്ലണ്ടിൽ അവരെ ഉപയോഗിച്ചാട്ടെ, സ്വീഡനിൽ അവരെ ഉപയോഗിച്ചാട്ടെ, ഹോളണ്ടിൽ അവരെ ഉപയോഗിച്ചാട്ടെ, ഫ്രാൻസിൽ അവരെ ഉപയോഗിച്ചാട്ടെ, അമേരിക്കയിൽ അവരെ ഉപയോഗിച്ചാട്ടെ, കാനഡയിൽ അവരെ ഉപയോഗിച്ചാട്ടെ, ഉത്തരാഖണ്ഡിൽ അവരെ ഉപയോഗിച്ചാട്ടെ, ബീഹാറിൽ അവരെ ഉപയോഗിച്ചാട്ടെ, പഞ്ചാബിൽ അവരെ ഉപയോഗിച്ചാട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ആ ഒരു മനുഷ്യനായി തീരുക, ദൈവം തിരഞ്ഞെടുത്ത ആ ഒരു സ്ത്രീയായി തീരുക, ഒരു കൊടുങ്കാറ്റായിട്ട് ദേശത്തെ കുലുക്കുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കി തീർക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെടുക. യു ആർ ദ ചോസൺ വെസൽ ഓഫ് ഗാഡ്. ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് നിങ്ങൾ. ഉപയോഗപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.